ഒരുപാട് മേഖലകളിൽ പ്രതിഭ തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ഇന്ന് നമുക്കരികിലുള്ളത്. ടെലിവിഷനിലും സിനിമയിലും അദ്ദേഹം നമുക്ക് സുപരിചിതനാണ്. സ്വാഗതം അനൂപ് കൃഷ്ണൻ. യേ 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 യേ. ഈ സത്യം പറയുകയാണെങ്കിൽ ഇത്ര ബലം പിടിച്ച് അനൂപായിട്ട് സംസാരിക്കുന്നത് ആദ്യമായിട്ടായിരിക്കും. സത്യം, അതായത് അനുവ ഇത്രയുള്ള പരിപാടി. ഇതാണ് എൻ്റെ സ്ക്രിപ്റ്റ്, ഇതാണ് സാധനം. ഇത് ഈ ജെവിൻ ചേട്ടനാണ് ഏറ്റവും ആദ്യം കാണുന്നത്. സ്റ്റാർട്ട് മ്യൂസിക്കിൻ്റെ ഫുൾ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ആ സ്ക്രിപ്റ്റ് ഫ്ലോറിൽ ഇതിൻ്റെ തൊട്ട് മുമ്പ് വെച്ചിട്ട് ഈ സാധനം ഫുൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജെവിൻ ചേട്ടൻ ഫ്രീ ആണ്, റിലാക്സ്ഡ് ആണ്. ഇതും ജെവിൻ ചേട്ടൻ ചെറിയൊരു പിടുത്തം. അത് പ്രധാന പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സംസാരിച്ച് തുടങ്ങുമ്പോൾ എൻ്റെ ഒരു പ്രശ്നം, എൻ്റെ ഒരു കാഷ്വലായിട്ട് നമ്മൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ ശബ്ദം നടൻ ലാലിൻ്റെ ശബ്ദം പോലെ ആയിപ്പോകും. അപ്പോൾ അതിപ്പോൾ ഈ ചെയ്ത കാര്യത്തിൻ്റെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ ഇത് പറയുന്നത് പലപ്പോഴും തിരിയില്ല. ആവശ്യത്തിൽ കൂടുതലുള്ള ഒരു ചിരി സൈഡിൽ കൂടെ വരും. ഈ ചിരിയും കാഷ്വലായിട്ടുള്ള സംസാരം കൂടുമ്പോൾ അത് സംസാരം തിരിയില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് പക്ഷേ അപ്പാണെങ്കിൽ നമുക്ക് ലാൽ സാർ പറഞ്ഞ പോലെ തന്നെ ഇത് കൊടുക്കത്തില്ല ആ കൊടുത്തിട്ട് പോട്ടെ. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. കാരണം അനൂപിനെ പറ്റി പറയുകയാണെങ്കിൽ ഡെൽസിയാണ് നമ്മളെ പരിചയപ്പെടുത്തി കണക്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു 10-12 വർഷം മുമ്പായിരിക്കും. 10 അതിലും മീതായിരിക്കും. എനിക്ക് തോന്നുന്നു സർവോപരി പാലക്കാരൻ സിനിമയുടെ ഒക്കെ ഒരു റെഫറൻസ് ഒക്കെ വെച്ചിട്ടാണ് എന്നോട് പരിചയപ്പെടുത്തുന്നത്. ഇങ്ങനെ ഒരുത്തുണ്ട് ഇവിടെ സിനിമ അഭിനയിക്കാൻ വേണ്ടിയിട്ട് മുട്ടി നടക്കുകയാണ്. സിനിമയിൽ അഭിനയിക്കണമെന്നുണ്ട്. ആള് പ്രോഗ്രാം അവതരിപ്പിക്കും. അതുപോലെ തന്നെ അവതാരകനാണ്, അഭിനേതാവാണ്, സംവിധാനം ചെയ്യാനും പരിശ്രമിക്കുന്നുണ്ട്. അഹങ്കാരിയാണ്. ഏതെങ്കിലും വഴിയിലൂടെ ഒക്കെ രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞു. ഞാൻ പറ്റുന്ന പോലെ ഞാനും ശ്രമിക്കാമെന്ന് പറഞ്ഞു. പിന്നെ അനൂപിനെ കാണുന്നത് ഏഷ്യാനെറ്റിലൊരു വലിയ സീരിയലിലാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾ തൊട്ട് ആരംഭിക്കാം. അപ്പോൾ ഏഷ്യാനെറ്റിനെ സംബന്ധിച്ച് ഏറ്റവും റവന്യൂ ഉള്ള ഏഷ്യാനെറ്റിൻ്റെ പ്രൊജക്റ്റുകളിൽ എപ്പോഴും സീരിയലാണ് മുന്നിൽ നിൽക്കുന്നത്. എല്ലാ ചാനലിലും എനിക്ക് തോന്നുന്നു ഏറ്റവും റവന്യൂ വരുന്നത് സീരിയൽസ് ആണ്. ഈ റവന്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് ആ ചാനലിൽ സിനിമകൾ എടുക്കുന്നത് പോലും എന്നുള്ളതാണ് എൻ്റെ ലിമിറ്റഡ് ആയിട്ടുള്ള അറിവ്. അതെ അതെ, എനിക്ക് തോന്നുന്നു എല്ലാ ചാനലിൻ്റെയും ഏഷ്യാനെറ്റിൻ്റെ ചാനൽ സീരിയലുകൾക്കാണ് ഏറ്റവും റേറ്റിംഗ് ഉള്ളത്. അതെ. അപ്പോൾ സീതാ കല്യാണം എന്നുള്ള സീരിയല്, അതിൽ കല്യാൺ എന്ന് പറഞ്ഞ ടൈറ്റിൽ ക്യാരക്ടർ ഏഷ്യാനെറ്റിൽ പ്രൈം ടൈമിൽ സംപ്രേഷണം ചെയ്യുന്നു. അത് വലിയൊരു ഭാഗ്യം തന്നെയായിരുന്നു. പിന്നെ സുനിൽ കാര്യാട്ടുകാരായിരുന്നു അതിൻ്റെ സംവിധാനം. അതാണെങ്കിൽ ഒരുപാട് സിനിമകളിലൂടെ ചീഫ് അസോസിയേറ്റ് ആയിട്ട് ഒരുപാട് സിനിമകൾ, മാടമ്പി പോലെയുള്ള വമ്പൻ പടങ്ങൾ, പിന്നെ വലിയ പടങ്ങൾ, കമ്മാര സംഭവം അതിൻ്റെയൊക്കെ അസോസിയേറ്റ്. അതെ, അദ്ദേഹം ഈ സീരിയല് ഡയറക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹത്തിലൂടെ ഇതിലേക്ക് ഒരു അവസരം വരുന്നു. കല്യാണം എന്ന് പറഞ്ഞ ടൈറ്റിൽ ക്യാരക്ടറിനെ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ആ ഒരു പൊസിഷനിൽ അനൂപിനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കുറേ നാളായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്നു സീരിയലിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒരു ആക്ടറുടെ ലൈഫിൽ അതും വേണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എല്ലാതും ഓരോരോ ഏരിയകളാണ്. പ്ലാറ്റ്ഫോം എല്ലാം നല്ലതാണ്, എല്ലാ പ്ലാറ്റ്ഫോമും നല്ലതാണ്. ആ പ്ലാറ്റ്ഫോമിൽ ഒരു അനുഭവം എങ്ങനെയായിരുന്നു ചേട്ടാ? അതെ, ഈ സുനിലേട്ടൻ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു മൊമെൻറ്റിൽ എറണാകുളത്ത് നിൽക്കുമ്പോഴാണ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, നിനക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ? അപ്പോൾ അതിൻ്റെ മുമ്പ് ഞാനീ പറഞ്ഞ പോലെ പാലക്കാരൻ, സർവോപരി പാലക്കാരൻ, അല്ലെങ്കിൽ കോണ്ടസ, പിന്നെ കുറേ സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ആ സമയത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇഷ്ടി എന്ന് പറഞ്ഞൊരു സംസ്കൃത സിനിമയിൽ ചെയ്തിട്ട് ആ ഇഷ്ടി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഭയങ്കര എക്സ്പോഷർ കിട്ടിയതാണ് ആ പടത്തിന്. ഇന്ത്യൻ പനോരമയിൽ അച്ഛനായിട്ട് അദ്ദേഹമാണ്. അപ്പോൾ ഈ പറഞ്ഞ ഇപ്പോഴൊക്കെ നമ്മൾ കുറേ ആൾക്കാർ ഈ റെഡ് കാർപ്പറ്റ് സെറിമണി എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ റീലൊക്കെ ഇട്ടിട്ട് IFFIയുടെ ഗോവയുടെ, അപ്പോൾ അത് നടക്കുമ്പോൾ അന്ന് പരിപാടി ചെയ്തിട്ട് ഭയങ്കര രസം. ഇത് അതായിരുന്നല്ലേ നമ്മൾ ആലോചിച്ചോണ്ടിരിക്കുന്നത്. അന്ന് അത് മനസ്സിലാക്കാനുള്ളൊരു വിവരം ഇതാണെന്ന് മനസ്സിലാക്കാനുള്ള വിവരം ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് സുനിലേട്ടെന്ന് വിളിക്കണതും പോണതും ഏഷ്യാനെറ്റിൻ്റെ ആദ്യത്തെ ഓഫീസിലേക്ക് പോയിട്ട്. അല്ലല്ല, അവിടെ അല്ല, ഇവിടെ എറണാകുളത്തെ ഓഫീസിൽ ആദ്യം മീറ്റ് ചെയ്യണേ, ഗിരീഷ് ചേട്ടനായിട്ടും ഒക്കെ ആയിട്ടും. അത് കഴിഞ്ഞത് എന്താണ് പരിപാടി എന്നുള്ളത് എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ചോദിക്കുമ്പോഴും സുനിലേട്ടനാണെങ്കിൽ വർത്തമാനം പറഞ്ഞിട്ട് ഞാൻ ആദ്യം സുനിലേട്ടൻ സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യുന്ന കോൾ റെക്കോർഡ് ഓണാക്കും. എന്നിട്ട് സുനിലേട്ടൻ പറഞ്ഞാൽ ഓക്കെ ചേട്ടാ, ഓക്കെ ഏട്ടാ, ശരി ഏട്ടാ, ഓക്കെ ഏട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് വെക്കും. എന്നിട്ട് വീണ്ടും ഞാൻ കോൾ റെക്കോർഡ് ഓണാക്കിയത് വിശദമായി കേൾക്കാൻ അല്ല, സുനിലേട്ടൻ സംസാരിക്കുമ്പോൾ അങ്ങനെയാണ്. തൃശ്ശൂർ സ്ലാങ്ങിന്റെ ഒരു അങ്ങേറ്റാണ്, എക്സ്ട്രീമാണ്. അപ്പൊ നമുക്ക് നേരിട്ട് സംസാരിക്കുമ്പോഴൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല. പക്ഷെ
പറ ചൊക്ലി ചൊക്ലി എന്നുള്ള സാധനമൊക്കെ ഈ സാധനം പക്ക തൃശ്ശൂരിൻ്റെ അല്ലേ. അപ്പം അങ്ങനെ അത് കേട്ട് പിന്നെ അവിടെ ഈ പറഞ്ഞ ആദ്യം പോണ സമയത്തൊന്നും നമുക്കൊരു എന്താണ് പരിപാടി, ഇത് ഇന്ന മീറ്റർ പിടിക്കണം, ഇന്ന ട്രാക്ക് പിടിക്കണം എന്നുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും അറിയണ്ടായിരുന്നില്ല. അപ്പം സുനിലേട്ടൻ അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ചീത്ത പറയും, ഭയങ്കരമായിട്ട് ചീത്ത പറയുമ്പോൾ നമ്മളിങ്ങനെ നിൽക്കാം. അപ്പോൾ എനിക്ക് സുനിലേട്ടനെ പേഴ്സണലി പരിചയമുണ്ട്, നമ്മുടെ ഒരു ചേട്ടനെ പോലത്തെ ഒരാളാണ്. ക്യാമറ മുമ്പിൽ വരുമ്പോൾ പുള്ളി ഡയറക്ടർ, ഞാൻ ആക്ടറാണ് എന്നുള്ളത് റിയലൈസ് ചെയ്യണ മൊമെൻ്റ് ആയിട്ടില്ല ആദ്യത്തെ 2 ദിവസം. ചീത്ത പറയുമ്പോൾ ഞാൻ അങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. പറയും എന്തുകൊണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചിരിച്ചോണ്ടിരിക്കും, ഗ്ലിച്ചോ എന്ന് പറയും. അതൊരു ആ ചീത്ത പറഞ്ഞൊരു നാണല്ലേ എന്ന് പറയും. എന്തിനാണ് പോകും നമ്മൾ എന്തും പറയാൻ പറ്റുന്നൊരു ബന്ധമാണ് ഇന്നും, സ്റ്റിൽ ഇന്ന് വരെ ടച്ചോട്ട് അങ്ങനെയാണ്. ആ സീരിയൽ ഒരു 800 എപ്പിസോഡിൻ്റെ അടുത്തൊക്കെ ഞാൻ ഏകദേശം ചെയ്തിട്ടുണ്ട്. അതൊരു ഭയങ്കര അച്ചീവ്മെൻ്റ് ആയിരുന്നു. കാരണം ഏഷ്യാനെറ്റിൽ ഒരു എല്ലാ ആൾക്കാരും കാണുന്ന ഒരു സീരിയൽ, അതിൽ ടൈറ്റിൽ ക്യാരക്ടർ, ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ കൂടെ അഭിനയിക്കുന്നു. സീരിയലിലും സിനിമയിലൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ കൂടെ അഭിനയിക്കുക എന്നുള്ള സാധനം ഒക്കെ നമുക്കൊരു നമ്മളെ എന്താ പറയുക ഡെയിലി പ്രാക്ടീസ് പോലെയാണ്. ഒരു സാധനം തെറ്റുമ്പോൾ അത് വേറെ രീതിയിൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വേറെ രീതിയിൽ പരീക്ഷിക്കാൻ പറ്റും. അങ്ങനെ 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 നമുക്ക് ഭയങ്കര കളരി പോലെയായിരുന്നു ശരിക്കും. അത് എനിക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്, ആ സീരിയലിൽ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. പക്ഷേ അഗെയിൻ ഞാനത് നിർത്തിയത്, അല്ലെങ്കിൽ ആ സീരിയലിൽ നിന്ന് ഞാൻ ബാക്ക് ഔട്ട് ചെയ്യുന്നത് അതിൻ്റെ പ്രൊഡക്ഷനും ഉണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ പ്രൊഡക്ഷനുമായിട്ടുണ്ടായിട്ടുള്ള ചില മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ മുകളിലാണ്. നമുക്ക് പറഞ്ഞ പൈസ തരാതിരിക്കുക, ഒരു 3 വർഷത്തോളമായിട്ടും പറഞ്ഞ പൈസ തരാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര അക്രമമാണ്. പിന്നെ ഭയങ്കര മോശം ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് തരിക. സംസാരത്തിലൊക്കെ ഒരുമാതിരി ഞാനൊക്കെ കുറേ കേട്ടിട്ടൊക്കെ ഉണ്ട് ഈ പറഞ്ഞ ധാർഷ്ട്യം, മുതലാളിത്തം, അങ്ങനത്തെ പരിപാടികളില്ലേ, ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഞാനത് എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ വേണ്ട സ്വാമി, നമുക്ക് പറ്റൂല. ഞാൻ ഒരാളേനും ഒരു ഓവർ ദ ടോപ്പ് സംസാരിക്കാറില്ല, ഒരാളോട് ഓവർ ദ ടോപ്പ് സംസാരിക്കാൻ ശ്രമിക്കാറില്ല. ഒരാളോടും എൻ്റെ തലയിൽ കയറി ഇരുന്നിട്ട് ചവിട്ടാനുള്ള അവസരവും ഞാൻ ഉണ്ടാക്കി കൊടുക്കാറില്ല. അത് നമുക്ക് എല്ലാവർക്കും ഒരു റെസ്പെക്റ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു റെസ്പെക്റ്റ് മാത്രം ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളുടെ ഓവർ ദ ടോപ്പ് ഞാൻ ഇന്നേ വരെ സംസാരിക്കാൻ ശ്രമിച്ചു, നീ അത് ചെയ്യണം എന്നുള്ളത് ചെയ്തു തരാൻ പറ്റുമോ എന്നുള്ളതിനാണ് എല്ലാ ആൾക്കാരോടും സംസാരിക്കുക. ഇതൊരു നമ്മളതിനെ ഭയങ്കരമായിട്ട് സീരിയലില് അവസാനിക്കുന്നതിന് മുന്നേ പോരേണ്ടി വന്നു. അത് പിന്നെ പോന്നു കേട്ടോ. അത് തീരെ പറ്റാണ്ടേക്കാണ് നിർത്തിയതാണ്. പെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഭയങ്കരമായിട്ട് പെൻഡിങ് തരിക. എന്നോട് ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ പേയ്മെൻറ്റിൻ്റെ 1/3 എനിക്ക് തന്നുകൊണ്ടിരുന്നത്. 3 അല്ല 4/1 തന്നുകൊണ്ടിരുന്നത്. ആ 4/1 കുറച്ച് കാലം തരാമെന്നാണ് വാക്കാൽ പറഞ്ഞത്. അത് കഴിഞ്ഞാൽ മാറ്റും, നമുക്കൊന്ന് ചാനലിൽ നിന്ന് പേയ്മെൻറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ മാറ്റിത്തരാമെന്ന് പറഞ്ഞു. പക്ഷെ എന്നോട് പോലും പറയാണ്ട് കൃത്യമായിട്ട് അതിൻ്റെ എഗ്രിമെൻറ്റിലും ഉള്ള മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് പ്രൂഫായി ഇതാണെന്ന് പറഞ്ഞിട്ട്. അത് ഇത്രയായി കഴിഞ്ഞിട്ട് എനിക്ക് പറ്റാണ്ടായി കഴിഞ്ഞു. പിന്നെ ഞാൻ വർക്കുണ്ടോ, എനിക്ക് വർക്കുണ്ട്, എന്നാൽ വേറെ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുമോ, അത് പറ്റില്ല. ലീഡാണ് ചെയ്യണേ, അപ്പോൾ അതുകൊണ്ട് വേറെ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്കൊരു വേറെ വർക്കും ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല സീരിയൽ എന്ന് പറയുമ്പോൾ ഒരു മാസം ഏതാണ്ട് ഒരു പകുതിയോളം ദിവസം അതിന് പുറകെ നമ്മൾ എവിടെ ചേട്ടാ. എനിക്കൊക്കെ ലാസ്റ്റ് വരുമ്പോഴേ പരിപാടി എന്തെങ്കിലും അറിയുമോ, ഒരു മാസമാണ് നമുക്ക് അല്ലേ, ഒരു മാസം ഉള്ളതിൽ 3 ദിവസമൊക്കെ വർക്ക് വയ്ക്കും, 2 ദിവസം വർക്ക്. ഈ 2 ദിവസം വർക്ക് ചെയ്യുമ്പോൾ എന്താ പറയുകയാണെങ്കിൽ രാവിലെ 7 മണി 7:30 ആകുമ്പോൾ ഇവിടുന്ന് പോവും, 8:30 ആകുമ്പോഴേക്കും ഫസ്റ്റ് ഷോട്ട് വയ്ക്കും, രാത്രി 12:30 1 മണി 2 മണി വരെയൊക്കെ ഷൂട്ട് പോവും. ഇത് മുഴുവൻ ഇവർ 12 സീനും 13 സീനും മുഴുവൻ അവർ ഒരു ദിവസം ഷൂട്ട് ചെയ്ത് വയ്ക്കും. എന്നിട്ട് ഇത് പൊട്ടിൽ തേങ്ങാപ്പീര് ഇടണ പോലെ മാസത്തിൽ ഇടയ്ക്കിടയ്ക്കുള്ള എപ്പിസോഡിൽ ഈ സാധനം ഇട്ട് കഴിഞ്ഞാൽ എൻറ്റയർ മാസം ആ എപ്പിസോഡ് ഉണ്ടാവും. എപ്പിസോഡിൽ മുഴുവൻ ഞാനുണ്ടാവും എവിടെയൊക്കെ ആയിട്ട്. നമുക്കൊരു ദിവസം പേയ്മെൻറ്റ് ആണെങ്കിൽ ഒറ്റ ദിവസം പേയ്മെൻറ്റ് ഒന്ന് ആലോചിച്ച്, ക്യാൻ യു ഇമാജിൻ 2500 രൂപ വെച്ചിട്ട് എനിക്കൊരു മാസം ജീവിക്കാൻ പറ്റുമോ? അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോയി എത്തിച്ചു വരും. അതെനിക്ക് പറ്റാതെ നമ്മുടെ സെൽഫ് റെസ്പെക്റ്റിൽ നിന്നും താഴെ പോയി ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. കടത്തിൻ്റെ മുകളിൽ കടത്തിലേക്ക് കയറി. ഈ 12 സീനിന് 12 ഷർട്ട് വേണം. അതെ. അത് ഈ സീരിയലിലൊരു സ്ട്രക്ചർ പലപ്പോഴും പ്രേക്ഷകർക്ക് അറിയില്ല. അതായത് കോസ്റ്റ്യൂം നമ്മൾ തന്നെ കൊണ്ടുവരണം. അതെ, അത് ക്യാരക്ടർ കുറച്ച് റിച്ച് ആയിട്ടുള്ള ഒരു ഫാമിലിക്ക് ആണെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ കയ്യിലുള്ള സംഭവങ്ങൾ അതുപോലെ തന്നെ വേണ്ടി വരും. അതെ, ഒരു ബ്രാൻഡഡ് കോസ്റ്റ്യൂം ചിലപ്പോൾ വേണ്ടി വരികയാണെങ്കിൽ പിന്നെ നമുക്ക് അവിടെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. അതെ. മാത്രമല്ല പേയ്മെന്റ് സിനിമയിലത്തെ പോലെ ഒരു പ്രൊജക്ടിന് ഇത്ര ദിവസങ്ങൾ അതിനെല്ലാം കൂടി ഇത്ര പേയ്മെന്റ് അല്ല, പെർ ഡേ ആണ് പേയ്മെന്റ്. അപ്പൊ സൂത്രശാലിയായ കുറുക്കന്മാരുള്ള പ്രൊഡക്ഷൻ കൺട്രോളർമാരാണെങ്കിൽ അത് കൃത്യമായി പ്ലാൻ ചെയ്ത് ചാർട്ട് ചെയ്ത് ഒരു ദിവസത്തേക്ക് നമ്മളെ ഒതുക്കിയിട്ടുണ്ടാവും. ഈ കൺട്രോളർമാരുടെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും അല്ല, എനിക്ക് പരിചയം ഉണ്ടായ പ്രശ്നത്തിൽ എന്താ വെച്ചാൽ അവർക്ക് സ്വാഭാവികമായിട്ടും പ്രൊഡക്ഷൻ അനുകൂലിച്ച് നിന്നിട്ട് അവർക്ക് കാര്യമില്ല, കാരണം അവരുടെ വയറ്റിപ്പഴപ്പം അതാണ്. അപ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്നവൻ്റെ അവസ്ഥ എന്താ എന്നുള്ളത് മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇവനെ ഊറ്റുക, എന്നിട്ട് മാക്സിമം പ്രൊഡക്ഷൻ അറ്റ് മിനിമം കോസ്റ്റ് എന്ന് പറയുന്ന കോർപ്പറേറ്റ് തിയറി ഉണ്ട്.
ബിസിനസ് പഠിക്കുമ്പോൾ പണ്ട് പഠിച്ചുകൊണ്ടിരുന്ന. അതിപ്പോ വെറുതെ അത് ഇവർ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാം. കുറച്ചൊക്കെ നല്ലതാണ്, നമുക്കൊരു നല്ല പ്രൊഡക്റ്റ് വരാൻ നല്ലതാണ് അതൊക്കെ. പക്ഷെ അത് ഭയങ്കരമായിട്ട് മിസ്യൂസ് ചെയ്തിട്ട് നമ്മളെ സ്ക്വീസ് ചെയ്തിട്ട് ഭയങ്കര പ്രശ്നമാക്കുക എന്ന് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ശരി, എനിക്ക് താല്പര്യമില്ല, ഇങ്ങനെ ചെയ്യാൻ താല്പര്യമില്ല. ഇത്രയും പെൻഡിങ് ഉണ്ട്, ഇത്രയും പ്രശ്നങ്ങളുണ്ട്, ഇത് പെൻഡിങ് പൈസ തരാം, അത് പൈസ ചോദിച്ചതാണ് പ്രശ്നമായത്. അപ്പോൾ പിന്നെ പ്രൊഡക്ഷൻ പ്രൊഡ്യൂസർ ഞാൻ എന്നുമായിട്ട് ഭയങ്കരമായിട്ട്, എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഗീത എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷൊർണൂർ വെച്ചിട്ട്, അത് ആ സീരീസ് ചെയ്ത് തന്നെ എനിക്ക് ആ മാസത്തെ EMI അടയ്ക്കാൻ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായില്ല. അപ്പോഴാണ് ഞാൻ ആ സാധനം ചെയ്യണത് കയറിയിട്ട്. അതിൻ്റെ സുഹൃത്തുക്കളെ കൂടിയിട്ടാണ് ചെയ്യേണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ലൊക്കേഷനിൽ മുകളിൽ, ആ വീടിൻ്റെ മുകളിൽ ഇരുന്നിട്ടാണ് ഞാൻ ഇവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പേയ്മെൻറ്റ് ഇട്ടാലേ ഞാൻ വരുള്ളൂ എന്ന് പറഞ്ഞതിനാണ് അവർ എന്നോട് ഭയങ്കരമായിട്ട് മോശമായി പറഞ്ഞു, ഞാൻ എനിക്ക് താല്പര്യമില്ല, ഞാൻ വരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ബാക്കൗട്ട് ചെയ്തതാണ് ഞാനത്. പക്ഷേ എന്തോ ദൈവസഹായം കൊണ്ട് നമ്മുടെ ഭാഗത്ത് ഈ പറഞ്ഞ പോലെ തെറ്റുകളൊന്നും ആരോടും ചെയ്യാത്തതുകൊണ്ട് എന്തോ എനിക്കതിന് ശേഷം വേറെ വർക്കുകൾ വന്നു എന്നുള്ളതാണ്. പേയ്മെന്റ് ചോദിക്കാന്നുള്ളത് വലിയ കുറ്റകൃത്യം ആണ്. ഒന്നുമല്ലല്ലോ, പണിയെടുത്ത കാശ് ചോദിക്കുന്നല്ല. അല്ലല്ല, അത് ചോദിക്കാൻ പറ്റില്ല. അവൻ പൈസ വെച്ചു എന്ന് പറയും. അവൻ പൈസ വെച്ചു, അവൻ പൈസ വെച്ചു എന്നുള്ളത് അവിടെ ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ്. പിന്നെ എനിക്ക് തോന്നുന്നു അതിന് ശേഷം പിന്നെ വേറെ സീരിയൽ അതിനുശേഷം ചെയ്തിട്ടില്ല. അതിനുശേഷം സീരിയൽ ചെയ്യാതിരുന്നത് ഒരിക്കലും സീരിയലിനോട് വിരോധം ഉണ്ടായോണ്ടൊന്നല്ല. ഒന്ന് ഈ ഒരു ട്രോമ കിടക്കുന്നുണ്ട്, ഈ ഒരു തിക്താനുഭവം മനസ്സിലുള്ളത് അത് ഭയങ്കരമായിട്ട് പേടിക്കും. പിന്നെ അത് ആ ഒരു സമയത്ത്, ഒരു കൊറോണയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ, കൊറോണ ഒരു വലിയ ആറ്റം ബോംബ് പോലെ എല്ലാ ആൾക്കാരുടെ ഉള്ളിൽ കിടക്കുമ്പോൾ പോലും നമ്മളിതിനൊക്കെ ഓവർകം ചെയ്തിട്ട് ട്രെയിൻ എടുത്തിട്ടും സ്വന്തം വണ്ടി ആ സമയത്തൊക്കെ ഈ സീരിയൽ ഉണ്ട്. പിന്നെ കൊറോണയുടെ സമയത്ത് ഞാൻ എത്ര വർഷം പോയി ഈ സീരിയല്? 2.5 വർഷത്തിന് മുകളിൽ പോയിട്ട്. ഞാൻ കൊറോണയുടെ സമയത്ത് ഇവിടുന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വണ്ടി ഓടിച്ച് നേരെ ട്രിവാൻഡ്രത്തേക്ക് പോകും. പട്ടാമ്പിയിൽ നിന്ന് വണ്ടി ഓടിച്ചിട്ട് നേരെ ട്രിവാൻഡ്രത്തേക്ക് പോകും. അപ്പോൾ പട്ടാമ്പിയിൽ നിന്ന് വണ്ടി ഓടിച്ച് ട്രിവാൻഡ്രത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഏകദേശം പെട്രോളിൻ്റെ പൈസ എത്രയാവും എന്നുള്ളത് ഊഹിക്കാം. അതിൻ്റെ ഒരു നിശ്ചിത പെർസെൻറ്റേജ് മാത്രമേ തരുള്ളൂ. ഒരു 1/3 കണക്ക് കൂട്ടിയാൽ മതി. ഈ പോകുന്ന സമയത്ത് നമുക്ക് ഹോട്ടലൊന്നും ഉണ്ടാവില്ല എവിടെയും, കാരണം ഈ കൊറോണ കാരണം പലതും അടച്ചു നടക്കും. നമ്മൾ വണ്ടി എവിടെയെങ്കിലും സൈഡാക്കിയിട്ട് വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുപോയിട്ട് അത് എടുത്ത് കഴിക്കുക ചെയ്യുക. അതൊക്കെ നല്ല കാര്യങ്ങൾ ആക്ച്വലി, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ഫുഡ് പോയ്സൺ ഒന്നും അടിക്കില്ലല്ലോ. അത്രത്തോളം റിസ്ക് എടുത്തിട്ട് ഈ പരിപാടികളൊക്കെ ചെയ്യുമ്പോഴും ഏറ്റവും അവസാനം നീ ചെയ്യണം, നീ ചെയ്യേണ്ട ആളാണ് അല്ലെങ്കിൽ എന്ന് പറയുന്ന, ഇപ്പോൾ ഞാൻ പിന്നെ അന്നും നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുക എന്താ അറിയും, ഇതേപോലെ ഫ്യൂച്ചറിൽ എന്തെങ്കിലുമൊക്കെ ഒരു അച്ചീവ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് ആൾക്കാർ ചോദിക്കുമ്പോൾ ഞാൻ ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പറയാനുള്ള സ്റ്റോറികളായിട്ട് നമുക്കതൊക്കെ പറയാലോ എന്ന് സ്വയം ആശ്വസിക്കും. അല്ലാണ്ട് എനിക്കിപ്പോൾ കുറേ പറയുന്ന പോലെ ചെന്നൈയിൽ പോയി ഞാൻ പൈപ്പ് വെള്ളം കുടിച്ചു എന്നും പറയാനുള്ള അതിനെക്കാട്ടിലും വേഴ്സ്റ്റായിട്ടുള്ള കുറേ കണ്ടീഷൻസിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് പറയാൻ പറ്റില്ല. ഇതൊക്കെ നമ്മൾ അങ്ങനെ പോസിറ്റീവായിട്ട് എടുത്തിട്ടാണ് മുന്നോട്ട്. കാരണം ഇതിൻ്റെയൊക്കെ മുകളിലാണ് ചേട്ടാ എനിക്ക് ഇതിനോടുള്ള ആഗ്രഹം. നമ്മൾ പറയില്ല എന്താണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്, ഞാനത് എന്നെ മുന്നോട്ട് നയിക്കുന്ന എൻ്റെ ആഗ്രഹങ്ങൾ മാത്രമാണ്. ഇതിൻ്റെ ഫെയിമോ ഇതിൽ നിന്നും കിട്ടുന്ന വലിയ സമ്പത്തോ ആ സമ്പത്ത് കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരുപാട് കാര്യങ്ങളൊന്നുമല്ല, എൻ്റെ ആഗ്രഹങ്ങളാണ്. ഞാൻ തൃശ്ശൂർ എന്ന് പറയുന്ന നഗരത്തിൽ പണ്ട് നമ്മൾ ഈ ഡൽസി തമ്പു എന്നാണ് വിളിക്കുക, പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ സ്വയം ഇൻ്റർവ്യൂ ചെയ്യും എന്നെ. ഞാൻ വൈകുന്നേരങ്ങളിലെല്ലാം എപ്പോഴേലും ഇങ്ങനെ ചുമ്മാ ഓരോന്നും ഇങ്ങനെ പ്രാന്ത് എന്ന് പറഞ്ഞ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുക. കേരളോർമ്മയുടെ ഗ്രൗണ്ടിൽ കളിക്കാൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറയും ഞാനും ഇതുപോലെ സിനിമയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും. അപ്പം അന്ന് ഞാൻ ഈ പറഞ്ഞ ക്ലേറ്റസ്, പ്രൈസ് ദ ലോർഡ് എന്നൊക്കെ പറഞ്ഞ സിനിമയിൽ ഇങ്ങനെ മേനോൻ സാറിൻ്റെ പടത്തിൽ അസിസ്റ്റ് ചെയ്യാൻ പോവുക, സാറിനെ അസിസ്റ്റ് ചെയ്യാൻ പോവുക, അതിൽ പടത്തിൽ വേഷം ചെയ്യാം, ഇങ്ങനെ തന്നെ നടക്കുക ഞാൻ. വേറെ ഒന്നുമില്ല. അൾട്ടിമേറ്റ് എയിം എന്താ, അത് സിനിമയാണ് അല്ലെങ്കിൽ അതിൽ അഭിനയിക്കലാണ്. അപ്പോൾ എനിക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ അത്തരം പ്രശ്നങ്ങളൊന്നും എൻ്റെ യാത്രേനെ വിഘ്നങ്ങൾ ഉണ്ടാക്കില്ല. ഓക്കെ, അവരത് ചെയ്യുന്നു, ശരി, നിങ്ങളത് ചെയ്ത് കണ്ടിന്യൂ ചെയ്തോ, ഞാൻ മാറിക്കോളാം, എനിക്ക് വേറെ വഴിയുണ്ട്. എൻ്റെ രീതി ഇതാണ്. അങ്ങനെ അവർക്കെതിരെ ഒരു പ്രതികാരം ചെയ്യാനോ അല്ല അവർക്കെതിരെ ഒരു കംപ്ലയിൻറ്റ് കൊടുക്കാനോ അങ്ങനത്തെ ഒരു പരിപാടിക്ക് ഞാൻ ഇതുവരെ പോയിട്ടില്ല. സീരിയലുകളോടോ അല്ലെങ്കിൽ സീരിയലിൻ്റെ ഒരു പ്രൊഡക്ഷനോടോ നമുക്ക് വേറെ വിരോധമില്ല, ഒന്നുമില്ല. പക്ഷേ നമുക്കിങ്ങനെ ഒരു അനുഭവം ഉള്ളത് കൊണ്ട്, പിന്നെ നമ്മുടെ അൾട്ടിമേറ്റയും സിനിമ ആയതുകൊണ്ടും നമ്മൾ അങ്ങനെ പോകുന്നു. നല്ലൊരു പ്രൊജക്റ്റ് വന്നാൽ, നല്ലൊരു ബാനർ വന്നാൽ നമ്മൾ തീർച്ചയായിട്ടും ഇനിയും ചെയ്യും. ഞാൻ ഇതിൻ്റെ മുമ്പ് വേറൊരു സീരിയലിൻ്റെ തുടക്കത്തിൻ്റെ സമയത്ത് ഞാൻ നിന്നുണ്ടായിരുന്ന, അതായത് ഞാൻ ആ ക്യാരക്ടർ ചെയ്യാമെന്നുള്ള ഇതിൽ ഞാൻ നിന്നുണ്ടായിരുന്ന, പിന്നെ അത് മാറി വന്നതാണ്. എനിക്ക് സീരിയലിനോട് യാതൊരു വിരോധമില്ല. ഇൻഫാക്ട് ഞാനൊരു സീരിയലിൻ്റെ കാസ്റ്റിംഗ് പോലും ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവർ പ്രൊഡക്ഷൻ ആദ്യമായിട്ട് വരുമ്പോൾ അതിൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ ഓക്കെ ശരി നമുക്ക് ചെയ്താണ്ട് എൻ്റെ കുറേ സുഹൃത്തുക്കളെ തന്നെ പ്രോപ്പർ ക്യാരക്ടറിലേക്ക് കണക്ട് ചെയ്ത് പ്ലേസ് ചെയ്തിട്ട് കാസ്റ്റിംഗ് ഡയറക്ടറായി. അതിന് ടാഗ് ലൈൻ കൊടുക്കണ്ട, പക്ഷേ ഞാൻ കാസ്റ്റിംഗ് പോലും ചെയ്തിട്ടുണ്ട്. കാരണം സീരിയലിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മൾ കുറേ ആൾക്കാർ സീരിയലിനെ തന്നെ പുച്ഛത്തോടു കൂടി കാണുന്ന ആൾക്കാരുണ്ട്. പക്ഷേ സീരിയൽ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം നിങ്ങൾക്ക് ഒരുപാട് മേഖലകളുണ്ട്, പക്ഷേ ഞങ്ങൾക്കൊന്ന് ആസ്വദിക്കാൻ ഈ ഒരു മേഖലയേ ഉള്ളൂ. നിങ്ങൾ വൈകുന്നേരം പുറത്തു പോവും,
നിങ്ങൾ സുഹൃത്തുക്കളുടെ കൂടെ പല സ്ഥലങ്ങളിലേക്ക് പോകും, നിങ്ങൾ സിനിമകൾക്ക് പോകും. പക്ഷെ ഞങ്ങൾക്ക് വൈകുന്നേരം കാണാൻ ഇതല്ലേ ഉള്ളൂ എന്റർടൈൻമെന്റ് ഇതാണ്. എന്ന് ആസ്വദിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഒന്നും രണ്ടൊന്നുമല്ല, ഒരുപാട് ആൾക്കാരുണ്ട്. മാത്രമല്ല നമ്മളിപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇപ്പോൾ അനൂപാണെങ്കിലും ഒരുപാട് സിനിമകളിൽ ചെറിയ വേഷം ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു സീരിയൽ ഇറങ്ങി കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സ്വീകാര്യത അത് വേറെ ലെവലാണ്. Familiarity ഭയങ്കരമായിട്ട് കിട്ടും. നമ്മള് ഒരുപാട് വീട്ടമ്മമാര് പിന്നെ. സ്ത്രീകള് ഒക്കെ വന്ന് നമ്മളെ പൊതിയും, പിന്നെ നമ്മുടെ ഒപ്പം നിന്ന് പടമെടുക്കും. അവരവരുടെ വീട്ടിലൊരു മെമ്പർ പോലെയാണ് ആ, നമ്മളെ അത് കാണുന്നത്. വലിയൊരു ഫാക്ടറാണ്. ഈ ഇതുകൊണ്ട് വേറൊരു ഇമ്പാക്റ്റ് ഉണ്ട്, വേറൊരു ഗുണമുണ്ട്. ഇമ്പാക്ട് ഗുണമുണ്ട്, പോസിറ്റീവ് മാനറില്ല. ഈ റീച്ച് വെച്ചിട്ട് നമുക്ക് വേറെയും വർക്കുകൾ കിട്ടും. ആ വർക്കിൽ നിന്ന് പേയ്മെൻറ്റ് കിട്ടും. ഞാൻ ജീവിക്കും, അല്ലെങ്കിൽ ആരാണ് ഹൂറിറ്റീസ് അവർ ജീവിക്കും, അവരുടെ കുടുംബവും ജീവിക്കും. മാമുണ്ണ അതെ 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 അതെ. ഇത് നൽകുന്ന ഒരു ഫെയിം വേറെ ലെവലാണ്. അതെ, വേറെയും വർക്കുകൾ കിട്ടും. വേറൊരു യൂണിവേഴ്സ് എന്ന് പറയാം ഇപ്പോഴത്തെ ലാംഗ്വേജ്. ഈ ഏഷ്യാനെറ്റിൽ ഇത്രയും വലിയൊരു സീരിയൽ ചെയ്യുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ അനൂപിനെ സംബന്ധിച്ച് അനൂപ് നമ്മളെ വളരെ അടുത്തൊരു സുഹൃത്തായതുകൊണ്ട് അനൂപിൻ്റെ ഓരോ വളർച്ചയും നമ്മളിങ്ങനെ ക്ലോസ് വാച്ച് ചെയ്യുന്നതുകൊണ്ട് പിന്നീട് വരുന്ന ഒരു മെയിൻ ഏരിയ എന്ന് പറയുന്നത് ബിഗ് ബോസ് ആണ് അല്ല സീരിയലിന്, ഈ സീത കല്യാണം സീരിയലിന് ശേഷം. അപ്പോൾ കോവിഡിൻ്റെ ആ ഒരു ഈ പറഞ്ഞ സമയത്തിന് ശേഷം അല്ലേ, തൊട്ട് പിന്നാലെ അല്ലേ ബിഗ് ബോസിൽ വരുന്നത്. അതെ, അപ്പോൾ ആ ബിഗ് ബോസിലെ ഒരു അവതാരപ്പിറവി എന്ന് പറയുന്നത് അത് എല്ലാ ആർട്ടിസ്റ്റുകളുടെ ലൈഫിലും ഒന്നുകിൽ അതോട് കൂടിയിട്ട് ആള് വലിയ ഫെയിമിലേക്ക് പോകും. അതെ, അതല്ലെങ്കിൽ ചിലപ്പോൾ അതുവരെ ഇല്ലാത്തൊരു നെഗറ്റീവ് ഇമേജ് ആളുടെ കൂടെ കൂടും. അതെ. ഇതിപ്പോൾ ഭാഗ്യമോ നിർഭാഗ്യമോ എന്ന് പറയട്ടെ, ഈ രണ്ട് രീതിയിലും ഞാൻ ഓപ്പണായിട്ട് ഓപ്പണായിട്ട് പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അനൂപിനെ സംബന്ധിച്ച് ബിഗ് ബോസ് കൊണ്ട് ഒരുപാട് ഗുണമോ ദോഷമോ ഉണ്ടായിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പലർക്കും ഗുണം ഉണ്ടാവുന്നതിൻ്റെ ഒപ്പം തന്നെ ദോഷം ഉണ്ടാവാറുണ്ട്. അതിന് വന്ന് പുറത്തിറങ്ങി ഒരു കാലത്ത് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ് പുറത്തിറങ്ങുന്നത് അതുവരെ ഇല്ലാത്തൊരു നെഗറ്റീവ് ഇമേജോട് കൂടിയിട്ടായിരിക്കും. നമ്മുടെ ഒരു ഐഡന്റിറ്റി തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഈവൺ അതിൽ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ അശ്വമേധം അവതരിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ ഒക്കെ ഒരു ഇമേജ് തന്നെ മാറിപ്പോയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പേഴ്സണലി. അദ്ദേഹം ഒരു ബുദ്ധിജീവിയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരാള്. സോറി, ബിഗ് ബോസിലല്ല, പക്ഷേ ബിഗ് ബോസിന്റെ ഒരു പാറ്റേൺ ഓഫ് പ്രാകൃത രൂപം എന്നൊക്കെ പറയാവുന്ന മലയാളി വന്നിരുന്നു. അതിങ്ങനെ അങ്ങനത്തെ ഒരു നമ്മുടെ ഒരു ഐഡന്റിറ്റി റിവീൽ ചെയ്യുന്ന മലയാളത്തിലെ ആദ്യത്തെ ഷോ തന്നെയാണ് അത്, എനിക്ക് തോന്നുന്നു. ചേട്ടാ, ഞാൻ വേറെ കാര്യം ചോട്ടെ. ഇപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞതിനോട് അറ്റാച്ച് ചെയ്തിട്ട് ഞാൻ പറയുകയാണെ, ഒരു പക്ഷേ ചിലപ്പോൾ അതായിരിക്കും അവരുടെ റിയൽ ഐഡൻറ്റിറ്റി. ഈ റിയൽ ഐഡൻറ്റിറ്റി എന്തോ എന്നുള്ളത് പൊതുജനങ്ങൾക്ക് അറിയണ്ടാവില്ല. ഇവർ കാണുന്നത് ആക്ഷനും കട്ടിനും ഇടയിലുള്ള ഒരു പരിപാടിയാണ്. ആ പരിപാടി ഇവർക്ക് ഇഷ്ടമാവണോ, ആരാധന വരണോ, അല്ലേ? ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കയറി ചെല്ലുന്ന ആ മൊമെൻ്റ് മുതൽ ഇത് ക്യാപ്ചേർഡാണ്. ഇതിൽ എന്ത് ടെലികാസ്റ്റ് ചെയ്യണം, ഏത് ടെലികാസ്റ്റ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്ന മുഴുവൻ ഇതിൻ്റെ ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ്. വിത്തൗട്ട് എനി സ്ക്രിപ്റ്റാണ് അവർ ഈ സാധനം മുഴുവൻ ചെയ്യുന്നത്. പക്ഷേ ഒരു ഫ്രെയിമിംഗ് ഉണ്ടായിരിക്കും. ഇന്ന് ടെലികാസ്റ്റ് ചെയ്യുന്ന ഈ എപ്പിസോഡിനെ മുകളിൽ നിൽക്കണം, നാളെ ടെലികാസ്റ്റ് ചെയ്യുന്ന എപ്പിസോഡ് എന്നുള്ളൊരു ബേസിക് അജണ്ട വെച്ചിട്ടുള്ള ഡെഫിനേഷൻ വെച്ചിട്ടാണ് ഇത് ഈ പറയുന്ന കാര്യം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാനുണ്ട്. എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങൾ സ്ക്രിപ്റ്റഡ് ആണ്. പക്ഷെ അത് വലിയൊരു ഏരിയ ആണ്. പക്ഷെ അതിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഒന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അതായത് ആ ഷോയുടെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ആദ്യം ഒന്ന് ഷെയർ ചെയ്യാം. കാരണം ആ ബിഗ് ബോസ് പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല, നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് വേറെയാണ്. 100 ദിവസം നമ്മൾ ഒരുമിച്ച് കഴിയുന്നു, ഒരുമിച്ച് നമുക്ക് നമ്മുടെ കൂടെയുള്ള ഒരു ടീമായിട്ട് നമ്മൾ സഹവസിക്കുന്നു, അതിലൂടെ നമ്മുടെ റിയൽ ഐഡന്റിറ്റി പുറത്തു വരുന്നു. അത് ഒരു വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. എങ്ങനെയായിരുന്നു അതിലേക്കുള്ളൊരു ഞാൻ സ്റ്റാർ സിംഗർ സീസൺ 8 ലോഞ്ചിൻ്റെ സമയത്ത് ഞാൻ അതിൽ ഈ ബിഹൈൻഡ് ദ സ്റ്റേജ് ആങ്കർ എന്ന് പറയുന്ന ഒരു പൊസിഷൻ ഉണ്ടായിരുന്നു. നമ്മളെ ഷോക്കാണെങ്കിൽ റെഡ് കാർപ്പറ്റ് എന്ന് പറയുന്ന പോലെ. എക്സാക്ട്ലി. അതായത് പെർഫോം ചെയ്യാൻ വരുന്ന ആർട്ടിസ്റ്റിനെ ഭയങ്കര കൂളാക്കിയിട്ട് അവരെ ഭയങ്കര ഒരു ബിഗ് ബോസിൽ ലാലായിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നൊരു വാക്കാണ് പ്രഷർ കുക്കർ സിനാരിയോ എന്നുള്ളത്. പെർഫോം ചെയ്യാൻ പോകുന്നതിന് കണ്ടസ്റ്റൻസിന് എന്താ സംബന്ധിച്ചിടത്തോളം അവർ ലൈവ് ചെയ്യാൻ പോകുമ്പോൾ അവർക്കൊരു പുറത്തുനിന്ന് വരുമ്പോൾ ഒരു ഭയങ്കര പ്രഷർ പോയിന്റിലായിരിക്കും. ഇതിന് റിലാക്സ് ചെയ്യുന്ന ഒരു മൊമെൻറ്റ് സീസൺ 8 ലോഞ്ചിൻ്റെ സമയത്തുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു കോഫി മഗൊക്കെ വെച്ച് അവരോട് വളരെ ചില്ലായി വളരെ കൂളായി സംസാരിച്ച് ചെയ്ത് പാടാൻ പോണേ എന്നുള്ള ഒരു കൺസെപ്റ്റായിരുന്നു. ഇത് ഞാനാണ് ഹോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പം എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ട് ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആദ്യ ഷെഡ്യൂളിൻ്റെ സമയത്താണ് ബിഗ് ബോസ് ലോഞ്ച് ചെയ്യുന്നത്. ഇന്ന സമയത്ത് ബിഗ് ബോസ് തുടങ്ങാൻ പോകുന്നു എന്നുള്ളത്. അപ്പോൾ പോലും എനിക്കൊരു ഐഡിയ ഇല്ല, അല്ലെങ്കിൽ എനിക്കൊരു കോൾ ഇല്ല എങ്ങനെ. പക്ഷെ അത് കഴിഞ്ഞ വഴിക്കാണ് എനിക്കൊരു കോൾ വരുന്നത്. കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അനിയത്തിയുടെ എൻഗേജ്മെൻറ്റിൻ്റെ അന്ന് വൈകുന്നേരം എൻ്റെ 2 സുഹൃത്തുക്കൾ, എൻ്റെ ചേട്ടനെ സുരേഷ് ചേട്ടനും ജോഷി ചേട്ടനും വീട്ടിൽ വന്നിട്ട് ഇവരെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തിരിച്ചു പോകുമ്പോഴാണ് എനിക്ക് കോൾ വരുന്നത്.
അനിയത്തിയുടെ കല്യാണത്തിൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ അന്ന് വൈകുന്നേരം ഏട്ടാ. നമ്മളതിനു വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട്. അതെ, അതായത് ഇങ്ങനൊരു പരിപാടി എന്നുള്ളൊരു സാധനം ഉണ്ട് എന്നുള്ളതല്ലാണ്ട് ഇങ്ങനൊരു കോള്, ഓക്കെ നിങ്ങൾക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ട്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ, നിങ്ങൾ പോകാൻ താല്പര്യമാണോ എന്നുള്ളത്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇത് ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയിട്ട് എല്ലാ വർഷവും നേർന്ന് ആറ്റുനോറ്റ് കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതെ അതെ. അങ്ങനെ ഒരാളായിരുന്നു അയ്യോ, നമ്മള്. ഒരു എന്താ പറയാ, അതില് ആരെങ്കിലൊക്കെ നമ്മള് സമീപിക്കുമല്ലോ, നമ്മൾ കോണ്ടാക്ട് നമ്പർ ഇട്ട് വിളിക്കും. അങ്ങനെയുള്ള ആയിരങ്ങളുണ്ട്. ആൻസർ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ ഒരാളുണ്ട്, ഞാൻ പറയാം. പക്ഷെ ഞാൻ അങ്ങനെ ആയിരുന്നു സത്യം പറഞ്ഞാൽ. എനിക്ക് എന്താ ഈ പറഞ്ഞ പോലെ നമ്മളെ സംബന്ധിച്ച് നമ്മള് ചാനലില് ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്യുന്നു, ചെറിയ സിനിമകൾ ചെയ്യുന്നു, പിന്നെ സീരിയലില് സുപരിചിതനാണ്, ഏഷ്യാനെറ്റിലെ ഒരുപാട് പേരെ പരിചിതമാണ്. അപ്പോ അവരെ സംബന്ധിച്ച് നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു ടാലന്റ് ഉണ്ടെന്ന് ഏഷ്യാനെറ്റിലെ ക്രൂവിന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ വിളിക്ക് വേണ്ടിയിട്ട് വിളിക്കുന്നെങ്കിൽ വിളിക്കട്ടെ എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ നമ്മൾ ഇരിക്കുന്നു. പക്ഷെ നമ്മൾ അതിനു വേണ്ടി ഒന്നും ശ്രമിച്ചിട്ടില്ല, അങ്ങനെ ചെയ്തിട്ടില്ല. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ, ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് വെച്ചാൽ നിങ്ങളൊരു ഒബ്ജക്റ്റാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു പ്രോപ്പർട്ടിയാണ്. നിങ്ങൾ ഇതിനെ ഷാർപ്പൺ ചെയ്തുകൊണ്ടിരിക്കുക. എനിക്കൊരു അവസരം കിട്ടിയില്ല എന്ന് വെച്ചിട്ട് ഷാർപ്പൺ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നാളെ അബദ്ധത്തിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കാൻ പറ്റാതെയാവും. ഇത് തുരുമ്പ് പിടിച്ച് ഇത് ആ സമയത്ത് ഒന്നും ഉപയോഗിക്കാൻ പറ്റാതെ വീഴില്ല. എൻ്റെ പണി ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള, ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഇന്നും ചെയ്യുന്നുണ്ട്. കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് ഇപ്പോൾ സീരിയലിലൊന്നും കാണാറില്ലല്ലോ എന്നുള്ളത്. പക്ഷെ ഞാൻ അപ്പുറത്ത് പാരലലി സിനിമ എന്ന് പറയുന്ന ഒരു ചെറിയ പരിപാടികളിൽ ചെയ്തു പോകുന്നുണ്ട്. എനിക്കൊരു നല്ലൊരു സിനിമ കിട്ടണം എന്നുള്ള രീതിയിൽ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു നല്ല ക്യാരക്ടർ കിട്ടണം എന്നുള്ളതിന്. അപ്പം ഞാനീ പറഞ്ഞ ബിഗ് ബോസിൻ്റെ അതിലേക്ക് ഞാൻ തിരിച്ചു വരാം. അവിടുന്ന് ഒരു വിളി വരുന്നു, അതിൽ ഞാൻ പോകുന്നു. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച സാധനം, എനിക്ക് എൻ്റെ ക്യാരക്ടറിൽ ഒരു വിശ്വാസമുണ്ട്. എനിക്കൊരിക്കലും വേറൊരുത്തനെ ചവിട്ടി താഴ്ത്തിയിട്ടിട്ട് മുകളിലേക്ക് കയറി പോകാൻ താല്പര്യമില്ല. പക്ഷെ എനിക്ക് എൻ്റെ ടാലൻറ്റിനെ ഞാൻ മുകളിൽ കാണിച്ചിട്ട് പോയിക്കോളാം. അപ്പോൾ എൻ്റെ ടാലൻറ്റിൽ എനിക്ക് വിശ്വാസമുണ്ട്. അവിടുത്തെ പല ടാസ്കുകളിലും എനിക്ക് വന്നൊരു അഭിപ്രായം അതായത്, നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരനെ നിങ്ങൾ ഇങ്ങനെ ആക്കിയില്ല. അവിടെ പോലും അതിന് വേറൊരു വേർഷൻ ഉണ്ടായിരുന്നു, അത് ഇവർ കാണാത്തതാണ്. കാരണം 24/7 എന്ന് പറയുന്ന പരിപാടി അന്ന് ഉണ്ടായിരുന്നില്ല, ലൈവ് ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ അതെ, ഒരു 1.5 സീസൺ 3 ഒരു 1.5 മണിക്കൂറിന്റെ ഒരു വേർഷൻ മാത്രമാണ് ആൾക്കാർ കാണുക. പിന്നെ കണ്ടിരുന്നത് ബിഗ് ബോസ് പ്ലസ് എന്ന് പറഞ്ഞൊരു സാധനം. അത് ഈ പറഞ്ഞ പോലെ ആഡ് ഓൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, അതും എനിക്ക് തോന്നുന്നു ആഫ്റ്റർ 10:30 ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പം എങ്കിൽ പോലും എൻ്റെ ടാലൻറ്റ്, പക്ഷെ അത് ആൾക്കാർക്ക് കുറേ കഴിഞ്ഞൊരു 40 എപ്പിസോഡോ 50 എപ്പിസോഡോ കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി, ഓക്കെ ഈ പുള്ളി ഇങ്ങനെയല്ല. അപ്പം എന്നെ ഏറ്റവും ആദ്യം എൻ്റെ ഹൗസ് മേറ്റ്സ് പോലും പല ആൾക്കാരും പറഞ്ഞുകൊണ്ടിരുന്നത്, ഒരിക്കലും ഒരു മനുഷ്യൻ ഇങ്ങനെ ആകാൻ പറ്റില്ല, അയാൾ അഭിനയിക്കുകയാണ് ക്യാമറ മുമ്പിൽ എന്ന് പറഞ്ഞത്. ഞാനിങ്ങനെയാണ്, ഞാനത് അഭിനയിക്കുന്നതല്ല. എനിക്ക് നല്ലത് കണ്ടു കഴിഞ്ഞാൽ നല്ലത് എന്ന് പറയാനുള്ള ഇഷ്ടമുണ്ട്. മോശം കണ്ടു കഴിഞ്ഞാൽ മോശമാണെന്ന് പബ്ലിക്കായിട്ട് പറയാനുള്ള, അതൊരിക്കലും കയ്യടിക്ക് വേണ്ടി പറയണമല്ല, അതൊരിക്കലും വേറെ അത് മോശമാണ്, അത് മോശമാണ്, അതിനെനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. മോശത്തിന് എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അത് മോശമാണ്, എൻ്റെ കണ്ണിൽ മോശമാണ്, വേറൊരാളുടെ കണ്ണിൽ ശരിയായിരിക്കും, അങ്ങനെ തന്നെ പറയാറ്. ഞാൻ ഓർത്ത് ലാലേട്ടൻ ഫസ്റ്റ് വീക്കിൽ വന്നിട്ട് ഒരു ഇൻസിഡൻറ്റിന് വേണ്ടിയിട്ട് എന്നോട് ചോദിച്ചു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അനൂപ് എന്തുകൊണ്ടാണെന്നും മറുപടിയൊന്നും പറയാത്തത്. അപ്പം ഞാൻ ഇതിന് പറഞ്ഞ മറുപടി, ലാലേട്ടൻ ഞാൻ ഈ സാധനം നേരിട്ട് കണ്ടിട്ടില്ല, ഇത് ഞാൻ കേട്ടതാണ്. കേട്ടിട്ടുള്ളൊരു പരിപാടിനെ പറ്റിയിട്ട് ഞാൻ വെറുതെ എനിക്ക് അറിയാത്തൊരു അഭിപ്രായം പറഞ്ഞിട്ട് ഒരു ക്യാമറ സ്പേസ് ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല. എക്സാക്ട്ലി സ്റ്റേറ്റ്മെൻ്റ് അല്ലെങ്കിൽ പോലും ഇതായിരുന്നു അതിൻ്റെ മീനിങ്. വേറൊരാൾ എന്നെപ്പറ്റി എന്ത് മോശം വിചാരിച്ചു കഴിഞ്ഞാലും ഞാനതല്ല ചെയ്തത് എന്നുള്ള ഉത്തരവാദിത്വം, അതല്ല ചെയ്തത് എന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുണ്ടെങ്കിൽ ഞാനെന്തിനാ അയാളെ തിരുത്താൻ പോകണം? അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ എത്ര ആൾക്കാരെ എത്ര സമയം തിരുത്തും? എനിക്ക് എൻ്റെ സംസാരത്തിൽ, എൻ്റെ വാക്കുകളിൽ, എൻ്റെ പ്രവൃത്തികളിൽ, എൻ്റെ ചെയ്തികളിലെല്ലാം എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അപ്പോൾ ഞാൻ അയാളെ തിരുത്തേണ്ട ആവശ്യമില്ല. നാളെ അയാൾക്ക് തന്നെ ബോധ്യപ്പെടും, അവൻ അതല്ല ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്, അവനെ ചെയ്തിട്ടില്ല, അയാൾ സ്വയം തിരുത്തിക്കോട്ടെ, നമ്മളായിട്ട് പോയി തിരുത്തേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് എൻ്റെ അന്നും ഇന്നും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ കയറി ചെന്നത്, അതേ രീതിയിലാണ് നിന്നത്. കഴിഞ്ഞ ദിവസം ഒരു തമാശ രൂപയാണ് ഒരാളിൻ്റെ അടുത്ത് പറഞ്ഞങ്ങനെ, മണിക്കുട്ടൻ ഇങ്ങനെ വീട്ടിൽ നിന്ന് പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. സമയത്ത് എല്ലാവരും ഭയങ്കര സെൻറ്റിമെൻ്റലായിട്ട് ഇരിക്കുകയായിരുന്നേ. ഇപ്പം അടുത്ത് റീസെൻ്റായിട്ടൊരു പടത്തിൻ്റെ ഒരു സംസാരം നടക്കുന്ന സമയത്ത് പറഞ്ഞു, അപ്പോൾ എനിക്ക് നിങ്ങളൊരു ഒരു ജെന്യൂനിറ്റി തോന്നിയത് അന്ന് ഭയങ്കര രസമായിരുന്നു പറഞ്ഞു. ഈ പറഞ്ഞ വ്യക്തി, ഞാൻ പേര് പറയുന്നില്ലെങ്കിലും പുള്ളി ഒരു വലിയ പൊസിഷനിലിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ ജെന്യൂനിറ്റി അന്ന് തോന്നിയത്, നിങ്ങൾ എന്തോ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് അത് കൊണ്ടുപോയി ക്യാമറ മുമ്പിൽ വെച്ചിട്ട് കൊടുത്തില്ല. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ചിരിയാണ് വന്നത്. കാരണം ഒരാൾ ഭയങ്കര വിഷമം വന്നിട്ട് ഇവിടുന്ന് പോയി, ഈ സമയത്ത് നിങ്ങൾ ഉണ്ടാക്കിയൊരു സാധനം നിങ്ങൾ അയാൾ കൊണ്ടു കൊടുക്കുക, അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്ത്? അപ്പോൾ ഞാൻ പറഞ്ഞു,
ഒന്നുമില്ല, നമ്മുടെ വീട്ടിലൊരാൾ ഭക്ഷണം കഴിക്കാണ്ട് ചിലപ്പോൾ പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ വിളിച്ചു ചോദിക്കില്ല, എടാ നീ കഴിച്ചില്ലല്ലോ. ഇപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് പോന്നു കഴിഞ്ഞാൽ എൻ്റെ അമ്മ എന്നെ വിളിച്ചു ചോദിക്കും, നീ കഴിക്കാണ്ടാണല്ലോ പോയത്, എന്താ കഴിക്കാതെ. നമ്മളത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ. നമ്മുടെ ചേട്ടനോ ഒരു അനിയനോ ഇപ്പോൾ ഞാൻ പോരുകയാണെങ്കിൽ എൻ്റെ അനിയനോട് വിളിച്ചു ചോദിക്കും. അപ്പോൾ അതേപോലെ അവൻ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഉണ്ടാക്കിയൊരു സാധനം അവനത് കഴിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളതുകൊണ്ട് ഞാൻ കൺഫെഷൻ റൂമിൻ്റെ എനിക്ക് തോന്നുന്നു സ്റ്റോർ റൂമിൻ്റെ സൈഡിൽ കൊണ്ടുപോയിട്ട് അവൻ പോയിട്ടില്ല ഇതൊന്ന് കൊടുക്കും, അവന് കഴിച്ചോട്ടെ, കഴിച്ചിട്ട് പോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അത്തരം ചെറിയ ചെറിയ സംഭവങ്ങൾ പോലും ആൾക്കാർ നോട്ട് ചെയ്തിട്ടുണ്ട് ഈ സംഭവത്തിൽ എന്നുള്ളത് ഞാൻ ഇറങ്ങിയതിന് ശേഷം മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ഈ പറഞ്ഞ ഗുണദോഷങ്ങൾ സമ്മിശ്രമായിട്ട്, ദോഷങ്ങൾ അധികം വന്നിട്ടില്ലെങ്കിലും ചേട്ടൻ പറഞ്ഞ ഗുണങ്ങൾ എനിക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ബിഗ് ബോസിൽ എന്നോട് കുറേ ആൾക്കാർ നിങ്ങൾ എന്തിനാണ് പോയത്, നിങ്ങൾക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ ആൾക്കാർക്കൊന്നും കിട്ടാത്തൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടി എന്നുള്ള സന്തോഷം എനിക്ക് ഒന്നാതുണ്ട്. 2, അവിടെ പോയതുകൊണ്ട് എനിക്ക് 100 ദിവസം വേൾഡ് വൈഡുള്ള വലിയൊരു പ്ലാറ്റ്ഫോമിൽ എൻ്റെ മുഖം കാണാൻ വന്നു. പല ടാസ്കുകളിലും എൻ്റെ ടാലൻറ്റ് ഞാൻ പല ക്യാരക്ടേഴ്സിലൂടെയും കാണിച്ചിട്ടുണ്ട്. ഇത് കാണേണ്ട ഡയറക്ടേഴ്സിനോ അല്ലെങ്കിൽ കാണേണ്ട ആൾക്കാർക്കോ പല സമയങ്ങളിലും കാണാൻ പറ്റിയിട്ടുണ്ട്. ഇത് വർക്കായിട്ട് കൺവേർട്ടഡ് ആയിട്ട് വന്നിട്ടില്ല എന്നുള്ളത് ഓരോ ടൈം ആണ്. പക്ഷെ സത്യം പറഞ്ഞാൽ അന്ന് അത് കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് വലിയൊരു പ്രൊജക്റ്റ് വന്നതാണ്. വലിയൊരു പ്രൊജക്റ്റ് വന്നതുമാണ്. ആ പ്രൊജക്റ്റിൽ വലിയൊരു ക്യാരക്ടറും വന്നതാണ്. അതുമായിട്ട് ഞാൻ ഒരുപാട് വർക്കൗട്ടും ചെയ്തതാണ്. 1.5 വർഷത്തോളം അതിന് വേണ്ടി വർക്കൗട്ട് ചെയ്തതാണ്, ആ ഒരു ക്യാരക്ടറിന് വേണ്ടി. പക്ഷെ അത് ആ സിനിമ വന്നില്ല എന്നുള്ളതും ആ സിനിമ ഇനി സംഭവിക്കുമോ എന്നുള്ളതും എനിക്കറിയില്ല. അതുകൊണ്ടാണ് പിന്നെ ഇത് വന്നു കഴിഞ്ഞാൽ മാത്രമാണല്ലോ ഇതിനൊക്കെ വാല്യൂ ഉള്ളൂ. എയറിൽ നിൽക്കുന്ന കാര്യത്തിനൊന്നുമില്ല. ഇത് റിലീസായാൽ മാത്രമല്ല അല്ലാതെ ഉള്ളൂ. എനിക്ക് സന്തോഷമാണ്. ഞാൻ എത്ര ദിവസം ബിഗ് ബോസ് ഉണ്ടായിരുന്നു അത്രയും ദിവസം ഞാൻ ബിഗ് ബോസിൽ ഞാൻ പങ്കെടുത്ത സീസണിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് സന്തോഷമാണ്. ഞാൻ കയറുമ്പോൾ ലാലേട്ടനോട് പറഞ്ഞ, ലാലേട്ടൻ ഞാൻ പട്ടാമ്പിയിൽ നിന്നാണ് വരുന്നത്, എൻ്റെ നാട്ടുകാരോടും കൂടി ഞാൻ പറയുകയാണ്, ഞാൻ നിൽക്കുന്നത് നമ്മുടെ ലാലേട്ടൻ്റെ അടുത്താണ് എന്നുള്ള. എൻ്റെ കൂട്ടുകാരോട് എല്ലാവരോടും ഞാൻ പറഞ്ഞതാണ്. കാരണം ഞങ്ങൾ ചെറുപ്പം മുതൽ ഞങ്ങളെല്ലാവരും ആരാധിച്ച് വരുന്ന ആളുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഓരോ ആഴ്ചയും പുള്ളി വന്നിട്ട് നമ്മളോട് സംസാരിക്കുകയാണ്, എൻ്റെ പേരെടുത്ത് സംസാരിക്കുകയാണ്, വലിയ ലെജൻഡാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഗുണങ്ങളാണ്. നാളെ ചിലപ്പോൾ വലിയൊരു ക്രൗഡിൻ്റെ ഇടയ്ക്ക്, കുറച്ചുകൂടി കഴിഞ്ഞ് വലിയൊരു ക്രൗഡിൻ്റെ ഇടയ്ക്ക് ലാലേട്ടൻ ഇങ്ങനെ പോകുന്ന സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് വിടുന്ന സ്ഥലത്ത് നമ്മൾ ലാലേട്ടൻ ഞാൻ ഇന്നത് അപ്പം അനുവേ എന്ന് ചോദിക്കാൻ പറ്റുന്ന ചിലപ്പോൾ ഒരു മുഖപരിചയം റീകളക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ സീസൺ 3 ബിഗ് ബോസിലുണ്ടായിരുന്നു, ഒരു 20 സീസണൊക്കെ കഴിഞ്ഞ ശേഷമാണെങ്കിൽ, പക്ഷേ അതിൻ്റെയൊക്കെ മുമ്പ് ഞാൻ വേറെ പരിപാടികളിലൂടെ ലാലേട്ടൻ്റെ അടുത്ത് എത്തും, വേറെ കാര്യം. പക്ഷേ നമുക്കത് പറയാൻ പറ്റുന്ന റിമാർക്കിംഗ് പരിപാടികളാണ്. ഞാൻ ഇന്നും അങ്ങനെ തന്നെ ഈ ബിഗ് ബോസിൽ അന്നത്തെ നിങ്ങളുടെ ഒരു ടീം ഇപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞു, പല സീസണുകൾ കഴിഞ്ഞു, അതിലുണ്ടായിരുന്നവരും പല പ്രൊജക്റ്റുകളുമായിട്ട് അങ്ങനെ മാറിക്കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും ആ ഒരു സൗഹൃദം എത്രത്തോളം നിലനിൽക്കുന്നുണ്ട്? ഇതിൻ്റെ ഒരു ഫാക്ട് പറയുകയാണെങ്കിൽ എല്ലാ ദിവസവും മെസ്സേജും എല്ലാ ദിവസവും അതൊന്നും എവിടെയും സംഭവിക്കില്ല, ഒരാളും പറയില്ല. നമുക്ക് വേണമെങ്കിൽ ക്യാമറ ഞങ്ങൾ സ്റ്റിൽ നല്ല കോണ്ടാക്ട് ആണ്. യഥാർത്ഥ സൗഹൃദം എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മളൊരു വർഷം കഴിഞ്ഞ് കണ്ടാലും അതേപോലെ പോലെ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും. ഈ പറഞ്ഞ പോലെ ഞാനും മണിയും തമ്മിൽ ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു മണിയുടെ ഓരോരോ പ്രോഗ്രാംസ് കാണുന്ന സമയത്ത് എപ്പോഴെങ്കിലും എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചാറ്റ് ഉണ്ട്. മാസത്തിൽ ഒരു തവണയെങ്കിലും ഞങ്ങൾ വിളിച്ച് മിനിമം സംസാരിക്കാറുണ്ട്. അവൻ ഈ പറഞ്ഞ പോലെ പ്രോഗ്രാംസിന് പോകണോ, എൻ്റെ എല്ലാ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചെയ്യാറുണ്ട്. ഋതുവും ആയിട്ട് ഞങ്ങൾ സംസാരിക്കാറുണ്ട്. പിന്നെ ഓരോരുത്തരായിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കാണാറും മെസ്സേജുകളൊക്കെ ഉണ്ടാവാറൊക്കെ ഉണ്ട്. സന്ധി ചേച്ചീനെ ഇടയ്ക്ക് കാണാറുണ്ട്. ഈ ഇപ്പോൾ ബിഗ് ബോസിൻ്റെ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ടോപ്പിക്കിലേക്ക് വരികയാണെങ്കിൽ, ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണോ എന്നുള്ളത് ഒരു കണ്ടന്റ് റൈറ്റർ എന്ന രീതിയിൽ എന്നോട് പലരും ഏറ്റവും കൂടുതൽ ചോദിക്കുന്നൊരു ചോദ്യമാണ്. അപ്പം അതിന് ഒരു ഉത്തരം കറക്റ്റായിട്ട് ആരും ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ പ്രൊജക്റ്റിനും ഒരു ഔട്ട്, പ്രേക്ഷകരാണെങ്കിലും ഇതിൻ്റെ പ്രൊഡക്ഷൻ ഹൗസ് ആണെങ്കിലും അതിനുവേണ്ടി ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കും. പ്രേക്ഷകരെ സംബന്ധിച്ചും തുടക്കത്തിൽ ബിഗ് ബോസിൽ നിന്ന് അവർക്ക് വേണ്ട ഒരു കണ്ടന്റ് എന്താണെന്ന് അവർക്ക് പോലും ഒരു ധാരണ ഉണ്ടാവില്ല. നിങ്ങൾ കാണുന്ന ഒരു കൗതുകത്തോടുകൂടി ഒരു പുതിയ ഒരു ഷോ തുടങ്ങുന്നു, അത് നമ്മൾ കാണാനിരിക്കുന്നു. അവര് ചിലവരൊക്കെ പുറത്ത് കണ്ട് ശീലിച്ചവരുണ്ടെങ്കിൽ അവിടെ തമിഴിലെ ബിഗ് ബോസ് ഇതാണ്, ഹിന്ദിയിലെ ബിഗ് ബോസ് ഇതാണ്. പക്ഷെ ഇത് മലയാളത്തിലേക്ക് വരുമ്പോൾ സിനിമ നമ്മൾ മൊഴിമാറ്റം നടത്തി പറഞ്ഞ പോലെ നമ്മുടേതായിട്ടുള്ള ഒരു എസൻസ് ചേർത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് നമ്മൾ കാണുമ്പോൾ നമുക്ക് അവിടെ കണ്ടതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. അപ്പൊ ചിലപ്പോൾ നമുക്ക് അത്ര ഒരു തൃപ്തി കിട്ടില്ല. പക്ഷെ 1, 2, 3 സീസൺ കഴിയുമ്പോൾ നമ്മൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണോ അത് കിട്ടാൻ നമ്മൾ ഓക്കെ ആയിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ബിഗ് ബോസ് എന്താ പറയുക, അതിൻ്റെതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി, മലയാളികളുടെ ഒരു തൃപ്തിപ്പെടുത്തുന്ന ഒരു കണ്ടന്റ് എന്താണെന്ന് പ്രൊഡക്ഷനും ഒരു തീരുമാനമായിട്ടുണ്ട്. പ്രേക്ഷകരെ സംബന്ധിച്ചും ഇതിനകത്തുനിന്ന് ഇതാണ് കിട്ടുക, ഒരു തീരുമാനമായി കഴിഞ്ഞു. അത് സമൂഹത്തിന് നല്ലതാണോ, എന്റർടൈൻമെന്റിന്റെ ഒരു അളവ് പോലെ വെച്ചിട്ട് അത് എത്രത്തോളം ഉണ്ട്, ഇതൊക്കെ ഘോരഘോരം ചർച്ചകൾ നടക്കുമ്പോഴും
നമ്മൾ എന്തൊക്കെ തന്നെ ഇതിനെ കുറ്റം പറഞ്ഞാലും ഇതാണ് ഇന്നും ടെലിവിഷൻ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള ഒരു ടെലിവിഷൻ പ്രൊഡക്ഷൻ ഹൗസിന് ഏറ്റവും കൂടുതൽ റവന്യൂ കിട്ടുന്ന ഒരു നമ്പർ 1 പ്രോഗ്രാം ഇത് തന്നെയാണ്. ഇതിൽ സ്ക്രിപ്റ്റഡ് ആണോ എന്നുള്ള ഒരു ചോദ്യമാണ് എപ്പോഴും ഉള്ളത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, എൻ്റെ തോന്നലാണ്, തോന്നലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന പലരും ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ അറിവുകളും നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. കുറേ ടൈപ്പ് പ്രോഗ്രാം ഇതൊഴിച്ച് പല ടൈപ്പ് പ്രോഗ്രാമുകളും ഞാനും ചെയ്തിട്ടുള്ളത് കൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് പലരും പറയുന്ന പോലെ തന്നെ ഒന്നിച്ച് സഹവസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, ഒരു കൂട്ടം മനുഷ്യർ, ആ മനുഷ്യരുടെ സമ്മിശ്ര വികാരങ്ങൾ മൊത്തമായിട്ട് ഒപ്പിയെടുക്കുകയും അതിൽ നിന്ന് ഏറ്റവും ക്രീമായിട്ടുള്ളൊരു കാര്യം മാത്രം ഒരു അരിപ്പ വെച്ച് അരിച്ചെടുത്ത് കാണിക്കുകയും ചെയ്യലാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ്. നമ്മളൊരു സിനിമ നമ്മളൊരു 5 ദിവസം കൊണ്ട്, അല്ലെങ്കിൽ പഴയ സിനിമയാണെങ്കിൽ 5 കൊല്ലം കൊണ്ട് 10 കൊല്ലം കൊണ്ട് ഒരാളുടെ ലൈഫിലുണ്ടാവുന്ന കാര്യങ്ങൾ 2.5 മണിക്കൂറിലേക്ക് നമ്മൾ ചെറുതാക്കിയിട്ടായിരിക്കും കാണിക്കുക. 24 hours ബിഗ് ബോസ് ലൈവ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറെ കൂടി ഭയങ്കര ലെങ്ത്തിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ ഒരു അരമണിക്കൂർ, 1 മണിക്കൂർ, 1.5 മണിക്കൂർ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ ഈ ഇതിലെ ഏറ്റവും ക്രീമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും കാണിക്കുക. സ്വാഭാവികമായിട്ട് അങ്ങനെ ക്രീമായിട്ടുള്ള ഒരു കാര്യം കാണിക്കുമ്പോൾ ഒരു മനുഷ്യൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരിക്കുന്നതിനിടയിൽ ചിലപ്പോൾ ചിരിക്കുന്നത് 10 മിനിറ്റും കരയുന്നത് 1 മണിക്കൂറും വേറെ പലവിധ വികാരങ്ങളിലൂടെ കടന്നു പോകുന്നത് വേറെ ചില മൊമെൻ്റൊക്കെ ആയിരിക്കും. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ 1.5 മണിക്കൂറുണ്ടെങ്കിൽ ഇതിലേറ്റവും സംഭവങ്ങളൊക്കെ ഇങ്ങനെ അടുക്കടുക്കായിട്ട് വന്നുകൊണ്ടിരിക്കും. അങ്ങനെ വന്നുകൊണ്ടിരിക്കണമെങ്കിൽ നമുക്ക് ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു കണ്ടന്റ് മേക്കറെ സംബന്ധിച്ച് അവിടെ സ്ക്രിപ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവിടുത്തെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞത് ഈ വികാരങ്ങൾ ഓൺ ദ സ്പോട്ടിൽ പിഴിഞ്ഞെടുക്കുക അല്ലെങ്കിൽ ക്യാപ്ചർ ചെയ്യുക. ഇപ്പോൾ ഒരു നാരങ്ങയിൽ നിന്ന് പിടിക്കുന്ന ഒരു നാരങ്ങ ഞെക്കിയായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഒരു കണ്ടന്റ് മേക്കറുടെ ജോലി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അവിടെ ചിലപ്പോൾ ഒരു അടി ഉണ്ടാക്കേണ്ടി വരും, അവിടെ ഒരു ഫ്രിക്ഷൻ ഉണ്ടാക്കേണ്ടി വരും, അവിടെ ഒരു ഗെയിം ഉണ്ടാക്കേണ്ടി വരും. ഗെയിം ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഉള്ള ഒരു മത്സരം വരും. മത്സരം വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മത്സരത്തിന്റെ നിയമങ്ങളൊക്കെ മറന്ന് ഫൗള് കളിക്കുന്ന പോലെ ഫൗള് കളിക്കാൻ തോന്നും. ഫൗള് കളിക്കുമ്പോൾ വേദന വരും, വേദന വരുമ്പോൾ കരയും. അപ്പോൾ പിന്നെ സ്വിച്ച് ഇട്ട പോലെ എല്ലാ വികാരങ്ങളും പമ്പ് ചെയ്ത് അവിടെ ഒരു വിഷയങ്ങൾ നടക്കും. പക്ഷേ ഈ വിഷയങ്ങളൊക്കെ സംഭവിക്കുമ്പോഴും നമ്മുടെ ഉള്ളിലെ നമ്മൾ ആരാണെന്ന് റിവീൽ ചെയ്യാതെ മുന്നോട്ട് പോവാൻ പറ്റുന്നവനാണ്. എപ്പോഴും പറയും, ലാലേട്ടൻ പറയും, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയും, നിങ്ങളാവും എന്നൊക്കെ പറയും. പക്ഷെ സത്യം പറയുകയാണെങ്കിൽ കുറച്ച് ഫാബ്രിക്കേറ്റഡ് ആയിട്ട് കളി തുടങ്ങി അവസാനിക്കുന്നവരെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നവനല്ലേ സത്യത്തിൽ വിന്നറാവുന്നത്. അതായത് ചേട്ടത്തിലേ നിങ്ങളായിട്ട് നിൽക്കൂ എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞില്ലേ അതർ ലാംഗ്വേജിലുള്ള പരിപാടികൾ എന്നുള്ളത്, ഇത് അതുപോലെ ഒന്നല്ല എന്ന് ഈസിയാണ് പറയാൻ. അതേ സാധനം ഇവിടെ റീക്രിയേറ്റ് ചെയ്തിട്ട് എന്താ കാര്യം? അതല്ലേ നമുക്ക് ഒറിജിനൽ പോരെ. നമ്മൾ എന്തിനാ വെറുതെ ഈ വേറൊരുത്തൻ്റെ ഈച്ചക്കോപ്പികൾ എടുത്ത് നമ്മൾ ജീവിക്കുന്ന എന്തിനാ? അല്ല, ഒരിക്കലും നമുക്ക് അങ്ങനെ ആവാനും പറ്റില്ല. അല്ല, അതന്നെ പറഞ്ഞു. ഞാൻ 2-3 കാര്യമുണ്ട്. അതായത് ഇവിടെ പല സീസണൽ റീക്രിയേഷൻ പരിപാടികളൊക്കെ ചെയ്യാൻ ശ്രമിച്ച് പാളിപ്പോയിട്ടുള്ള ആൾക്കാർ പല ആൾക്കാരുണ്ട്. പല സാധനങ്ങളും ഞങ്ങളുടെ സീസണിൽ പോലും ഉണ്ടായിട്ടുണ്ടത്. ഇവിടെ നമ്മളെ ഒരാളേനെ ഇതിൻ്റെ ടീം സെലക്ട് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഈ സീസണ് വേണ്ടിയിട്ട്, ഈ സീസണ് മാത്രം, എസ്പെഷ്യലി ഫോർ ദിസ് സീസൺ. ഈ സെലക്ഷൻ പ്രോസസ്സ്, ഇപ്പോൾ സെലക്ഷൻ പ്രോസസ്സ് ആണെങ്കിലും ഇപ്പോൾ നമ്മൾ ബിഗ് ബോസിന്റെ പ്രേക്ഷകർക്ക്, ഒന്നും അറിയാത്ത പ്രേക്ഷകർ ഇപ്പോഴും പലതരം ചോദ്യങ്ങളായിട്ട് നിൽക്കുന്നുണ്ട്. സെലക്ഷൻ പ്രോസസ്സിൽ 2-3 ക്രൈറ്റീരിയ ഒക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ, ഒന്ന് അയാൾക്ക് ഒരു ദിവസം കൊടുക്കേണ്ടി വരുന്ന പ്രതിഫലം, അയാളുടെ ഒരു തൂക്കം, അയാളുടെ ഒരു ഫെയിം. അപ്പോൾ എല്ലാവരും ഒരു ദിവസം 1 ലക്ഷം വെച്ച് കൊടുക്കുന്നവരൊന്നും ഉണ്ടായിരിക്കില്ല. അതിൽ പല പ്രതിഫലങ്ങളാണ്. അവിടെയൊന്നും ഒരു സമത്വസുന്ദരമായി കിനാശേരി ഒട്ടും പ്രതീക്ഷിക്കേണ്ട. നിങ്ങളുടെ ഫെയിമും നിങ്ങളുടെ ഇതിനും നമ്മൾ സിനിമയിൽ ഒരു ആർട്ടിസ്റ്റിന് പ്രതിഫലം കൊടുക്കുന്ന പോലെ തന്നെയായിരിക്കും ഇവിടെയും പ്രതിഫലം. സ്വാഭാവികമായിട്ട് കൂടുതൽ പ്രതിഫലം കൊടുക്കുന്ന ആളിൽ നിന്ന് കൂടുതൽ കണ്ടന്റ് അവർ പ്രതീക്ഷിക്കും. അവിടെ വന്നിട്ട് അയാൾ ഫുൾ ടൈം കിടന്ന് ഉറങ്ങുന്നു എന്നുണ്ടെങ്കിൽ മിക്കവാറും അടുത്ത എലിമിനേഷൻ വരുന്ന സമയത്ത് അടുത്ത ശനിയാഴ്ച അയാൾ അന്ത്യവിധി കുറിക്കും. കാരണം വെച്ചാൽ അയാൾക്ക് അത്രയും പ്രതിഫലം കൊടുത്ത് റെമ്യൂണറേഷൻ കൊടുത്ത് കൊണ്ടുവരുമ്പോൾ അയാൾ ഈ പറഞ്ഞ രീതിയിലുള്ള നാരങ്ങ നമ്മൾ പിഴിയുന്ന പരിപാടിയിൽ പറയുമ്പോൾ കൂടുതൽ വെള്ളം അവിടെ വരണ്ടാവില്ല. അപ്പൊ ഇത് മാത്രമല്ലാണ്ട് വേറൊരു കാര്യം വേണ്ടി കേട്ടോ. അതായത് ഞാനീ പറഞ്ഞ ഒരു ബിഗ് ബോസിന്റെ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഒരാളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ആൾ വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യുമെന്നുള്ളതാണ് ഒന്നാമത് നോക്കുന്നത്. തീർച്ചയായിട്ടും ഏറ്റവും ആദ്യം നോക്കുന്നത്. എനിക്ക് കഴിഞ്ഞ സീസണിലെ ഡീറ്റെയിൽസ് വേണ്ട, എനിക്ക് അടുത്ത് വരാൻ പോകുന്ന സീസൺ. ഞങ്ങൾ ഈ സീസണിലേക്ക് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് വ്യത്യസ്തമായിട്ടുള്ള പരിപാടികളാണ് ചെയ്യുക എന്നുള്ളത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരിലും ഞാൻ പറഞ്ഞു ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഹാവ് ഒരു ഇൻഡിവിജ്വൽ പരിപാടികളുണ്ട്. എല്ലാ ആൾക്കാരിലും ഉണ്ട്. ഇത് നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ആദ്യത്തെ പരാജയം.
അപ്പോൾ എൻ്റെ ഉള്ളിലൊരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സാധനമുണ്ട്. നമ്മുടെ കയ്യിലൊരു ചോക്കുമലയുണ്ട്. അത് എല്ലാ ആൾക്കാരുടെ അടുത്തുണ്ട്. ആ ചോക്കുമല നമ്മൾ ഇത് കിട്ടുന്നില്ല നമുക്ക്. ഇത് എല്ലാ ആൾക്കാരുടെ അടുത്തുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചെയ്യുന്ന സാധനം അവൻ അത് രക്ഷപ്പെട്ടു, അവനതൊരു സക്സസ് ആയി, അത് ഞാൻ ഫോളോ ചെയ്താൽ ഞാനും സക്സസ് ആവും. ഇത് മലയാളത്തിൽ വേറൊരു പരിപാടി അതിന് പറയും, പക്ഷെ ഞാൻ പറയുന്നില്ല. അതുകൊണ്ടാണ്, അതായത് അതിനെ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഒറിജിനലായിട്ടുള്ള കാര്യങ്ങൾ എന്തോ അത് അതിൽ വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാവരും നിന്നിട്ടുണ്ട് അതിൽ. ഈ ഇമോഷൻസ് സമ്മിശ്രമാകുന്ന പരിപാടികളിലൊക്കെ പോലും. പിന്നെ ഇതിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞ വേറൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഈ പേയ്മെൻറ്റ് എന്നുള്ള സാധനങ്ങളൊക്കെ സെക്കൻഡറി ആക്കിയിട്ട് വെക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ കാരണം എന്തുകൊണ്ടാണ് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ 1,00,000 രൂപ ഒരു ദിവസം പേയ്മെൻറ്റ് കൊടുക്കുന്ന ഒരു വ്യക്തി ഈ നേരത്തെ പറഞ്ഞ ആക്ഷൻ കട്ടിൻ്റെ ഉള്ളിൽ, അത് എന്ത് പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ, സിനിമ ആയിക്കോട്ടെ, നാടകം ആയിക്കോട്ടെ, സീരിയൽ ആയിക്കോട്ടെ, എന്ത് ന്യൂസ് മീഡിയ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഈ എല്ലാ പ്ലാറ്റ്ഫോമിലും ഓൾറെഡി ഈ ആക്ഷൻ്റെയും കട്ടിൻ്റെ ഇടയിൽ കഴിവ് തെളിയിച്ച് ആൾക്കാരുടെ മുമ്പിൽ ഒരു പിക്ചർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. അതായത് ഇമേജ് എന്ന് പറയും, ഇതുണ്ടാക്കി വെച്ചിരിക്കും. ഈ ഇമേജും കൊണ്ട് ഒരിക്കലും നമുക്ക് 10 മിനിറ്റിൽ കൂടുതൽ ലൈവായിട്ട് നിൽക്കാൻ പറ്റില്ല. ഇവിടെ 110 ക്യാമറ ഉണ്ടെങ്കിൽ ഈ 110 ക്യാമറയിൽ നമ്മുടെ ഓരോ മൊമെൻറ്റ്സും ക്യാപ്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഓരോ ദിവസവും നിൽക്കുന്നത് വേറൊരുത്തനെ അടിച്ചിട്ട് കഴിഞ്ഞാൽ മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള ക്രൂക്കഡ്നെസ് നമ്മുടെ ഉള്ളിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇവൻ്റെ യഥാർത്ഥ ക്യാരക്ടർ പുറത്തേക്ക് പോകും. അവന് മനുഷ്യന്, കാരണം അവനിവിടെ നിലനിൽക്കണം. അവൻ ഒരു ദിവസം നിൽക്കുകയാണെങ്കിൽ 1,00,000 രൂപ കിട്ടും. അപ്പോൾ 2 ദിവസം നിൽക്കുക വെച്ചാൽ 2,00,000. ഞാൻ എന്തായാലും ഇതിൽ വന്നു, ഇനി 100 ദിവസം നിന്നാൽ എനിക്ക് 1 കോടി രൂപ കിട്ടും എന്നുള്ളൊരു വലിയ, ഈ പറഞ്ഞ മഞ്ഞുമല പോലത്തെ വലിയൊരു സാധനം അവൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇവൻ ഈ 100 ദിവസം നിൽക്കാനേ ശ്രമിക്കുള്ളൂ. അതിൽ ഇവൻ വേറൊരുത്തനെ അടിച്ചിട്ടാലേ നിൽക്കാൻ പറ്റുള്ളൂ ഒരു പരിപാടിയും കൂടി ഉണ്ടെങ്കിൽ അവൻ അതിനെ ശ്രമിക്കുള്ളൂ. നേരെ മറിച്ച് നിങ്ങളുടെ ഉള്ളൊരു നല്ല കഴിവുണ്ടോ, നിങ്ങൾ ടാലൻറ്റ് കൂടി നമ്മൾ അവിടെ പെർഫോം ചെയ്തോ, നിങ്ങളുടെ ടാലൻറ്റ് കൃത്യമായിട്ട് ഇവർ ക്യാപ്ചർ ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ടാലൻ്റ് ആണോ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. റെലവൻ്റ് ആയിട്ടുള്ള മാറ്റർ ആണോ, റിലേറ്റബിൾ ആയിട്ടുള്ള കണ്ടൻ്റ് ആണോ നിങ്ങളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള ഒരു സാധനം കൂടി ഉണ്ടെങ്കിൽ ഇവനവിടെ നിലനിൽക്കും. അങ്ങനെ നിലനിൽക്കുന്ന ആൾക്കാരാണ് ഇവർക്ക് ആവശ്യം. കാരണം ഇവിടെ കണ്ടൻറ്റിന് വാല്യൂ ഉണ്ട്. ഈ കണ്ടൻ്റാണ് ഇവിടുത്തെ സ്ക്രിപ്റ്റ്. ബിഗ് ബോസിലെ സ്ക്രിപ്റ്റ് അതാണ്. ഈ കണ്ടൻറ്റ് എന്ത് എന്നുള്ളത് പിക്ക് ചെയ്യുന്ന പരിപാടി മാത്രമാണ് ഇതിൻ്റെ ബിഹൈൻഡ് ദ ക്യാമറ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്നുള്ളൂ. ഇതിൽ നിന്നും ഇവരുണ്ടാക്കിയെടുക്കുന്ന ഒരു ഫ്രെയിമിംഗ് ഉണ്ട്. ഇതാണ് ഇന്നത്തെ എപ്പിസോഡ്. ഈ എപ്പിസോഡ് കാണാനിരിക്കുന്ന പ്രേക്ഷകൻ എന്താ എക്സ്പെക്റ്റ് ചെയ്യുന്നത്? ഇതാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഞാൻ പറയട്ടെ, ഒരു രാവിലെ അല്ലെങ്കിൽ ഒരു 9 മണിക്ക് തുടങ്ങുന്ന പ്രോഗ്രാം 10 മണി അല്ലെങ്കിൽ 10:30 അവസാനിക്കുന്നു. നമ്മൾ ഫുള്ള് പോസിറ്റിവിറ്റി കൊടുത്തു നോക്കിയേ, ഒരു ദിവസം പോലും കാണില്ല മുഴുവൻ എപ്പിസോഡ്. അല്ല, ആൾക്കാരെ സംബന്ധിച്ച് എപ്പോഴും കുറച്ച് ഫ്രിക്ഷൻ വേണം. അത് പലതരത്തിലുള്ള വികാരങ്ങൾ വേണം. അല്ലെങ്കിൽ അതിന് ഒരേ ലെവൽ ഒരു സ്വഭാവം വന്നു കഴിഞ്ഞാൽ ഒരു കാര്യമില്ലല്ലോ. അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും ഡിവോട്ടീവ് ചാനലുകളാണ് ഏറ്റവും കൂടുതൽ ഇതായിട്ട് കയറി പോവുക. ഞാൻ അതിനെ മോശമാക്കി പറയുന്നതല്ല. ഇവിടെ നമുക്ക് പല കാര്യങ്ങളും മറക്കാനുള്ളൊരു മീഡിയ ആണ് ഈ TV കാണുക അല്ലെങ്കിൽ പ്രോഗ്രാംസ് കാണുക എന്നുള്ളത്. എനിക്ക് ചിലപ്പോൾ വേറെ ടെൻഷൻ ഉണ്ടായിരിക്കും, എനിക്ക് ചിലപ്പോൾ വേറെ വല്ല കാര്യങ്ങളും ബിഹൈൻഡ് എൻ്റെ ഇതിൽ തലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇതിന്ന് ഒരു മോചനമാണ് ഈ ഒരു സാധനം കാണുന്നത്. 1, അപ്പോൾ അതിന് വേണ്ടി ഇത് കാണുമ്പോൾ അത് മറന്നു പോകും. ഓക്കെ, ശരി. 2, ഇത് വെച്ച് ജീവിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. ഏത് പ്രോഗ്രാം ആയിക്കോട്ടെ, ബിഗ് ബോസ് മാത്രമല്ല ഞാൻ പറഞ്ഞത്, ഇതിനെ ചർച്ചയായിട്ടും ഇതിനെ ഒരു കണ്ടൻ്റായിട്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ആ ഒരു സമയത്ത് മാത്രം ലക്ഷങ്ങൾ വരുമാനമുണ്ട് എന്നെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ പരിപാടി തുടങ്ങിയാൽ തന്നെ ഉറപ്പായിട്ടും വരുമാനമുണ്ട്. അപ്പോൾ ഈ ചർച്ചകൾ അല്ലെങ്കിൽ ഈ കണ്ടന്റുകൾ ഓൺ എയറിൽ നിർത്തുക എന്നുള്ള ഉത്തരവാദിത്തം അവരുടെയും കൂടിയാണ്. കാരണം അവർ സംസാരിക്കുന്ന അവരുടെ പ്ലാറ്റ്ഫോമിൽ ഇരുന്നുകൊണ്ടാണ്. അവർ സംസാരിക്കുന്നത് ഇതിനെയാണെങ്കിൽ പോലും, റിലേറ്റഡ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഇതാണെങ്കിൽ പോലും സംസാരിക്കുന്ന അവരുടെ തലയാണ്. അത് അവരുടെ അന്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കണ്ടന്റിനെ വേറെ രീതിയിൽ അവരവിടെ ഉപയോഗിച്ച് എയറിൽ ഇങ്ങനെ നിർത്തി കൃത്യമായിട്ട് അവരും അത് വരുമാനം ഉണ്ടാക്കുന്നത്. സോ അത് അവരുടെയും കൂടി ആവശ്യമായിട്ട് മാറുകയാണ്. ഈ പ്രോഗ്രാമിൻ്റെ വിജയവും അത് തന്നെയാണ്. അത് എത്ര കാലം കഴിഞ്ഞ് ചിലപ്പോൾ പോപ്പപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ പല വീഡിയോസും വന്നുകൊണ്ടേയിരിക്കും. അത് അപ്പോൾ ഈ പുതിയ ഒരാൾ ഇപ്പോൾ ബിഗ് ബോസിലേക്ക് വരികയാണെങ്കിൽ, അതുപോലെ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണോ എന്നുള്ളൊരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരമാണ് നമുക്ക് നമ്മളിൽ നല്ല വിശ്വാസം ഉണ്ടോ വിചാരിക്കുക. നമ്മുടെ ക്യാരക്ടർ ഇതാണ് എന്നുള്ളൊരു ബോധ്യം ഉണ്ടെങ്കിൽ ഒരു പേടിയും പേടിക്കണ്ട. ഇനി നമ്മൾ ഇപ്പോൾ കുറേ ആൾക്കാർ അതിന് ശേഷം വന്നിരുന്ന് പറയണത് കേട്ടിട്ടുണ്ട്, ഞാനതല്ല അവിടെ പറഞ്ഞത്, അല്ലെങ്കിൽ ഞാനത് ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളത്. എന്തായാലും ഒരാളുടെ വായിൽ നിന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ടാവുമല്ലോ, ഇതാണല്ലോ ഇവർ കട്ട് ചെയ്യുന്നുള്ളൂ.
ആ സ്റ്റേറ്റ്മെന്റ് അവന്റെ വായിന്ന് പറഞ്ഞതല്ലേ. കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് അവിടെ ഡയലോഗൊന്നും ആരും പറയിക്കുന്നില്ല. അല്ല, ഒരാളെയും നിങ്ങളിത് മാൻഡേറ്ററി പറഞ്ഞിരിക്കണം എന്നുള്ള സാധനം ഒരാളും സ്ക്രിപ്റ്റിംഗ് വെച്ചാൽ പറയുന്നില്ല. ആൾക്കാർ ഉദ്ദേശിക്കുന്നത് ഇത്രാമത്തെ സെക്കൻഡിൽ ഇത്രാമത്തെ ഡയലോഗ് നമ്മൾ സീരിയലും സിനിമയിലും നാടകത്തിലൊക്കെ പറയുന്ന പോലെ അതാണ് ഒരു സ്ക്രിപ്റ്റിംഗ്. റൈറ്റർ എഴുതി കൊടുത്തിട്ട് പറയിക്കുന്നേ ഇല്ല. അല്ല, അതാണ് സ്ക്രിപ്റ്റിംഗ്. അതായത് പ്രോപ്പറായിട്ട് വേറൊരാൾ പുറത്ത് നിന്നിട്ട് അവൻ്റെ ആശയങ്ങളിൽ വിരിയുന്ന സാധനം ഒരു ക്യാരക്ടറിൻ്റെ പേരിട്ട് ആ ക്യാരക്ടറിന് രൂപം കൊടുത്ത് അവനൊരു ഭാവങ്ങൾ കൊടുക്കുന്നതാണ്. ദാറ്റ് ഈസ് വാട്ട് സ്ക്രിപ്റ്റിംഗ്. പക്ഷെ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞ സാധനം ഇതിലില്ല. നമ്മൾ എന്താണോ പറയുന്നത് ചിലപ്പോൾ അത് ആ ഒരു മൊമെന്റിൽ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഞാൻ അതിൽ ഇഷ്ടം പോലെ പക്ഷെ അത് പറഞ്ഞിട്ടുണ്ട്. വിചാരിച്ചിട്ട് സ്ക്രിപ്റ്റ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ച് ഉണ്ടുറങ്ങി കളിച്ച് ചിരിച്ച് കിടന്നുറങ്ങാന്ന് വിചാരിച്ചാൽ അവർ വേഗം വീട്ടിൽ പിടിച്ച് പോരാം. പുറത്താക്കും. വേഗം വീട്ടിൽ പോരാം. പിടിച്ച് പുറത്താക്കും. സ്ക്രിപ്റ്റ് ഇല്ലല്ലോ, പിന്നെ ഞാനിപ്പോ എന്ത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന് അതെ, വിചാരിച്ച് ഞാനവിടെ കുറെ കാര്യം ചെയ്താതൊന്നും ആരും കണ്ടില്ല എന്നുള്ള അത് സ്റ്റേറ്റ്മെന്റ് കുറെ പേര് പറഞ്ഞിട്ട് പറയുന്നതാണ്. ഞാൻ കുറെ കാര്യങ്ങൾ കണ്ടു. എന്റെ മേലത്ത് എന്നിലേക്ക് ക്യാമറ വന്നില്ല, എനിക്ക് പറയാൻ അവസരം കിട്ടിയില്ല. അതും ഒരു കാര്യമില്ല. അതിലൊന്നും ഒരു കാര്യമില്ല. അവിടെ നമുക്കൊരു പ്ലാറ്റ്ഫോം കിട്ടിക്കഴിഞ്ഞാൽ അത് ഉപയോഗിക്കുക. അത് നമ്മളെക്കാട്ടും നന്നായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ടാവും. അവർ വിന്നറാവും. അല്ലെങ്കിൽ ലൈക്കബിൾ ഫാക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ആ സാധനം ഒരുപാട് നന്നായിട്ട് അവിടെ പ്രസൻറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർ വിന്നറാവും. പക്ഷേ എനിക്കൊരു സീസൺ കണ്ടാൽ മാത്രം ആ വിന്നർ അത്ര ഒരു എലിജിബിൾ വിന്നറായിട്ട് എനിക്ക് തോന്നിയില്ല. ഒരു നമ്മൾ പറയില്ല, ഒരു വിന്നർ എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്നൊരു പരിപാടിയില്ല. അത് അയാൾ ഓഫ് കോഴ്സ് ജിൻഡോയുടെ കേസാണ് പറഞ്ഞത്. അങ്ങനെ എയറിൽ നിർത്തേണ്ട കാര്യമൊന്നുമില്ല. എനിക്കെന്തോ ജിൻഡോ അത്ര ഒരു വിന്നറാണ് എന്നുള്ളത് എനിക്ക് ഇന്നേ വരെ തോന്നിയിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന് അത് കിട്ടി. അത് ഭയങ്കരമായിട്ട് കിട്ടി. അതെങ്ങനെ കിട്ടി, എന്ത് കിട്ടി എന്നുള്ളൊരു എഗെയിൻ ഇറ്റ്സ് എ മാജിക്കൽ. അത് ഈ പറഞ്ഞ പോലെ എന്ത് തന്നെയായാലും പുള്ളി ഒരു വിന്നറാണ്. ഇത്രയും സീസൺ നടന്നതിൽ അതിൽ വൺ ഓഫ് ദ വിന്നർ പുള്ളിയാണ് എന്നുള്ള പേരിൽ അത് ഓൾറെഡി അവിടെ നെയിംഡ് ആയി കഴിഞ്ഞു. പക്ഷേ എനിക്കറിയില്ല എന്ത് പുള്ളി വിന്നർ അത്ര വലിയ വിന്നറാണോ ഇല്ലയെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അത് അർഹിക്കുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ അറിയിക്കുന്നില്ല. അത് ഓരോ ആൾക്കാർക്കും ഓരോ അഭിപ്രായങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്നെക്കാട്ടിലും നന്നായിട്ട് അഭിപ്രായങ്ങളുള്ള ആൾക്കാരായിരിക്കും ചിലപ്പോൾ പുള്ളി വിന്നറാക്കിയത്. പക്ഷെ ഞാൻ ഇന്നും പറയണു പുള്ളി ഒരു ഡിസേർവിങ് വിന്നറായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആ സീസണിൽ വേറെയും നല്ല കണ്ടസ്റ്റൻറ്റുകൾ ഉണ്ടായിരുന്നു. ഒരുപാട് ടാലൻ്റ് ഉള്ള, ഒരുപാട് കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പം ഈ അടുത്ത് നടന്ന സീസണിൽ അതിലും ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ വർഷവും ഒരാൾക്ക് കിട്ടി, രണ്ടാമത്തെ ആൾ സെക്കൻഡായ ആളായിരുന്നു ഒന്നാമതാകേണ്ടിയിരുന്നത് എന്നുള്ള ചർച്ചകൾ എല്ലാ കൊല്ലം വരാറുണ്ട്. ഈ വർഷം നമ്മളെ തൃശ്ശൂരൻ തന്നെയുള്ള അനീഷിനായിരുന്നു കിട്ടേണ്ടിയിരുന്നത്. അങ്ങനെ ഒരു വലിയ ചർച്ച നടന്നത്. അപ്പോൾ ആ ഒരു തീരുമാനത്തിൽ ഇപ്പോൾ അനൂപിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു ഇഷ്ടം ആരുടെ കൂടെയായിരുന്നു? ആര് വിൻ ചെയ്യണം? എനിക്ക് ഞാൻ അതിൽ കുറേ എപ്പിസോഡുകളുണ്ട്. എനിക്ക് അനീഷിൻ്റെ ബിഗ് ബോസിലെ ഫസ്റ്റ് വനെ, അതായത് ഈ സീസൺ തുടങ്ങണ സമയത്ത് ഫസ്റ്റ് എപ്പിസോഡിൽ ഞാൻ ആ ഫസ്റ്റ് എപ്പിസോഡ് ഇരുന്ന് കണ്ട ഒരാളാണ്. ഇടയ്ക്കുള്ള കുറേ എപ്പിസോഡുകൾ മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് എപ്പിസോഡ് ഞാൻ കണ്ട അനീഷ് വന്ന് കയറി വഴിക്ക് ജയിലിൽ നോക്കിയിട്ട് അനീഷ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. എന്നിട്ടത് അലക്കുകല്ല, അത് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയതാണ്, ഒരു ആർട്ട് പ്രോപ്പർട്ടി പോലെ ഉണ്ടാക്കിയതാണ്. അതൊരു നിഷ്കളങ്കതയാണത് ബേസിക്കലി. അയാൾക്ക് കണ്ടപ്പോൾ അയാളുടെ മനസ്സിൽ തോന്നിയത് തൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ തൻ്റെ ചുറ്റുപാടിലോ ഉള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു അലക്കുകല്ലിൻ്റെ രൂപം ഇങ്ങനെയാണ് എന്നുള്ളതാണ്. പക്ഷെ അവിടെ എന്താ പറഞ്ഞാൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വിശ്വസിക്കുന്നത് അത് ഒറിജിനലാണത്. ഒരിക്കലും അതൊരു പഠിച്ച് ഇങ്ങനെ സാധനം ഇവിടെ ഉണ്ടാവും അതുകൊണ്ട് ഞാനത് പറയാമെന്നുള്ളത്. അനീഷ് കുറേയൊക്കെ റിയൽ ആയിരുന്നു, അല്ലെങ്കിൽ കുറേയൊക്കെ അല്ല, അയാൾ റിയലാണ്, അയാളുടെ സ്വഭാവം അതാണ്. അതുകൊണ്ട് തന്നെ അയാളുടെ ഓരോ വാക്കുകളും അയാളുടെ ഓരോ പ്രവൃത്തികളൊക്കെയും ആൾക്കാർക്ക് പുതിയതാണ്. ഇതുവരെ അല്ലെങ്കിൽ അനീഷിൻ്റെ വേറൊരു മുഖങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊരു പുതിയതാണ്. അനീഷ് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുമുണ്ട് അതിൽ, അല്ലേ? പിന്നെ അതിൽ ഈ പറഞ്ഞ വോട്ടിങ്ങിൻ്റെ താരതമ്യങ്ങൾ കൊണ്ടായിരിക്കാം ഒരാൾ മാറിയത് എന്നുള്ളത്. എനിക്ക് അനീഷ് രണ്ടാം സ്ഥാനം വന്നതിലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഒന്നാം സ്ഥാനം കിട്ടിയ അനുമോൾ എനിക്കും ഈ പറഞ്ഞ പോലെ എനിക്ക് അറിയുന്നതാണ്. ഈ കഴിഞ്ഞ സ്റ്റേറ്റ് അവാർഡിൻ്റെ സമയത്ത് ബെസ്റ്റ് ആക്ടർ എന്ന് പറയുന്ന സംഭവം എനിക്കും ബെസ്റ്റ് ആക്ട്രസ് എന്ന് പറയുന്നത് അനുമോൾക്കുമായിരുന്നു. ഞങ്ങൾ ഒരേ വർഷമാണ് ഈ പറഞ്ഞ കേരള സ്റ്റേറ്റ് ടെലിവിഷൻ അവാർഡ് ഷെയർ ചെയ്യുന്നത്, ആക്ടർ ആക്ട്രസ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ എനിക്ക് പേഴ്സണലി അറിയാം. പിന്നെ അനുമോൾ എങ്ങനെയാണ് പേഴ്സണൽ ലൈഫ് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ആ കുട്ടി അതിലൊരുപാട് ഈ പറഞ്ഞ പോലെ കുറേ ആൾക്കാർ പല പല പോയിന്റുകളിൽ അവരുടെ പെർസെപ്ഷൻസ് ടാർഗറ്റഡ് ആയിട്ട് കരയുന്നതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊരു പക്ഷേ പല ആൾക്കാർക്ക് റിലേറ്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ വീട്ടിൽ കുട്ടി കരയച്ചാൽ നമുക്ക് വിഷമം തോന്നില്ലേ? അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഈ വോട്ടിംഗ് കയറുന്നത്. ബേസിക്കലി ഇതിന് വോട്ട് ചെയ്യുന്നത് മുഴുവൻ ഈ പറഞ്ഞ ഫാമിലി ഓഡിയൻസാണ്. അത് ഒരാളുടെ പെർസെപ്ഷനിൽ അത് ശരിയായതുകൊണ്ട്, അല്ലെങ്കിൽ മേജർ ആൾക്കാരുടെ പെർസെപ്ഷനിൽ അത് ശരിയായതുകൊണ്ട് ആ കുട്ടി വിന്നറായി. കുറേ ആൾക്കാരുടെ പെർസെപ്ഷൻ അത് തെറ്റായിരിക്കാം. നമുക്കതിനെ മിസ്കൺസെപ്ഷൻ എന്ന് പറയാൻ പറ്റില്ല, മിസ് ജഡ്ജ്മെൻ്റ് ഒന്നും പറയാൻ പറ്റില്ല ഒരിക്കലും. കുറേ ആൾക്കാരുടെ ഇതിൽ ആ കുട്ടി അങ്ങനെ കരഞ്ഞതും ആ കുട്ടീനെ ഉപദ്രവിച്ചു, പറ്റാവുന്നിടത്തോളമൊക്കെ ടോർച്ചർ ചെയ്തു എന്നൊക്കെ എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി വന്നുള്ള ഒരാളായതുകൊണ്ട് മാത്രമാണ് ഇത് പറയുന്നത്, അല്ലാണ്ട് ഞാൻ വലിയ സംഭവമായതുകൊണ്ട് ഒരു തെങ്ങുന്നില്ല.
എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ആ കുട്ടീനെ ഒരുപാട് ഉപദ്രവിച്ചല്ലോ, അവർ അങ്ങനെ ഉപദ്രവിച്ചല്ലോ, എങ്ങനെ ഉപദ്രവിച്ചല്ലോ, വെള്ളം ഒഴിച്ചല്ലോ. ഏറ്റവും കൂടുതൽ PR വർക്ക് കൊണ്ടാണ് അവര് വിൻ ചെയ്തതെന്നുള്ള ആരോപണമായിരുന്നു. എങ്ങനെ PR വർക്ക് എങ്ങനെ PR ഓഫ് കോഴ്സ് നമുക്ക് ഉണ്ടാവും. പക്ഷേ ഈ PR വർക്ക് PR ചെയ്യണമെങ്കിൽ കണ്ടന്റ് ഉള്ളിൽ നിന്ന് കിട്ടണ്ടേ? ഞാൻ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇത് വെച്ചിട്ട് PR ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എത്ര ദിവസം നമ്മൾ ഇരിക്കുന്ന ഫോട്ടോ വയ്ക്കും? അത് ചെയ്യാൻ പറ്റുന്നില്ല. PR ഒക്കെ ഓഫ് കോഴ്സ് എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ ഈ പോകുന്ന ആൾക്കാർക്ക് അങ്ങനെ PR ചെയ്യാനില്ലേ? എല്ലാവർക്കും ചെയ്യുന്നില്ല PR. ഒരാളുടെ പേരിൽ വേറൊരാളൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം എന്ന് പറയുന്നത് PR ആണ്. അത് ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ളത് ആണ്. ഇപ്പം നമ്മളിപ്പോൾ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഫോട്ടോ വെക്കുന്നു, വീഡിയോസ് വരുന്നു, ഇതൊക്കെ PR ആണ് ശരിക്കും. PR ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. നമ്മളിപ്പോഴത്തെ കാലഘട്ടത്തിൽ വേണം ജീവിക്കാൻ. പണ്ട് ഇങ്ങനെയായിരുന്നു വെച്ചിട്ട് നമ്മൾ അതന്നെ പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ PRൻ്റെ ലൈഫാണ്. PR വേണം, എല്ലാ കാര്യത്തിനും PR വേണം. PR ഉണ്ടെങ്കിൽ ഒന്നാമത് അറിയപ്പെടാത്തൊരു കാര്യത്തിനെ പല ആളുകളിലേക്ക് എത്തിക്കുന്നതാണ് PR എന്ന് പറയുന്നത് അല്ലേ, ബേസിക്കായിട്ട്. അത് ചെയ്തോട്ടെ, അതിനെന്താ. പക്ഷേ അനീഷിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് സന്തോഷം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഫോണിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അനീഷിൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ ഒരു മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ട്. ഞാനത് കണ്ടത് റീസെൻ്റാണ്. കാരണം ഈ നമ്മുടെ കുറേ മെസ്സേജസ് കാണാതെ കിടക്കുന്ന താഴെ പോയി കിടക്കുന്നുണ്ടാവുമല്ലോ. ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ടു ബി ഫ്രാങ്ക് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്കിപ്പോൾ ഉള്ളൊരു ചെറിയ ചമ്മലുണ്ട്. കാരണം എന്താ അറിയോ, അനീഷിനൊരു മെസ്സേജിന് റിപ്ലൈ ഞാൻ കൊടുത്തിട്ടില്ല. അതെനിക്ക് ഞാൻ കാണാത്തതുകൊണ്ടാണ്. ഫ്രാങ്കായിട്ട് പറഞ്ഞു, ഞാൻ കാണാത്തതുകൊണ്ടാണ്. അല്ലാത്തൊരു ഇതെല്ലാ മെസ്സേജിനും റിപ്ലൈ കൊടുക്കാറുണ്ട്. അന്ന് അനീഷ് ചോദിച്ചിട്ടുണ്ട്, എനിക്ക് ബിഗ് ബോസിൽ കയറാൻ താല്പര്യമുണ്ട്, ആരെങ്കിലും അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്നെ ഒന്ന് കണക്ട് ചെയ്ത് തരാമോ, സപ്പോർട്ട് ചെയ്ത് തരാമോ എന്നുള്ളത്. പക്ഷേ എൻ്റെ ഉള്ളിൽ ഓൾറെഡി മുമ്പേ ഒരു ദുരനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ആരെയും അങ്ങനെ ഒന്നും പറയാറില്ല. അത് വേറെ ഒന്നും ഉണ്ടായിട്ടല്ല, അന്നത്തെ ആ ദുരനുഭവം വളരെ മോശമായിട്ട് എന്നെ എഫക്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ അങ്ങനെ പറയാറില്ല കാര്യം. ഈ അനീഷിനെ പക്ഷേ എനിക്ക് വിഷമം തോന്നി. ഞാൻ എൻ്റെ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു, പക്ഷേ ഒന്ന് പ്രൊഫൈൽ എവിടേക്കെങ്കിലും അയച്ചു കൊടുക്കാമായിരുന്നു, ആർക്കെങ്കിലും അറിയുന്ന ആൾക്കാർക്ക് അയച്ചു കൊടുക്കാമായിരുന്നു, ഒന്നുമില്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിനെങ്കിലും വിളിക്കുമല്ലോ. അങ്ങനെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ഇൻ്റർവ്യൂവിനെങ്കിലും എടുക്കുമെന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്, ഇൻ്റർവ്യൂവിനെങ്കിലും വിളിക്കുമല്ലോ. പക്ഷേ അനീഷ് വിൻ ചെയ്തത്, അല്ലെങ്കിൽ അനീഷ് വിൻ ചെയ്തു, പുള്ളിക്ക് ഒരുപാട് ഹൃദയങ്ങൾ കീഴടക്കിയിട്ടുണ്ട്. അത് വലിയ കാര്യം. അത് കഴിഞ്ഞ് ഇനി അവിടുന്ന് അങ്ങോട്ട് വേറൊരു ലൈഫും കിടക്കുന്നുണ്ട്, ഒരുപാട് വലിയ ലൈഫും കിടക്കുന്നുണ്ട്. ഇത്രയും കാലം പുള്ളി അനുഭവിക്കപ്പെടാത്ത ഒരുപാട് എക്സ്പോഷർ കിട്ടുന്നുണ്ട് പുള്ളിക്ക്. അത് പുള്ളി ഡിസേർവിങ് ആയിരുന്നു. കാരണം 3 വർഷം മുമ്പ് എങ്ങാണ്ടാണ് എനിക്ക് ആ മെസ്സേജ് കിടക്കണം. 2022 എങ്ങാണ്ടാണ് ആ മെസ്സേജ് അയച്ചിരിക്കുന്നത് തോന്നുന്നുണ്ട്. ആ 3 വർഷം മുമ്പുള്ള മെസ്സേജുകൾ മുതൽ പുള്ളി അന്ന് അയച്ച സമയം മുതൽ പുള്ളി ഇതിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ അല്ലേ. ഈ ഒരു പ്രയോഗമോ ഒരു ചൊല്ലോ എന്തായാലും പറയാം, എന്താണ്, ശ്രമിക്കുകലെന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ളവണ്ണം ദീർഘങ്ങളാം കരങ്ങൾ നൽകി ഈശ്വരൻ നിന്നെ ഭൂമിയിലായി എന്ന് പറഞ്ഞാൽ, അങ്ങനത്തെ ഒരു എക്സാക്റ്റ് വാക്ക് എന്താ അറിയില്ല, പക്ഷെ ഇതാണ് അതിൻ്റെ ഒരു രീതി അല്ലേ. അങ്ങനെ സംഭവം നമ്മൾ ശ്രമിക്കുക. അല്ല, ഈ പറഞ്ഞ പോലെ നമ്മളെ ശ്രമങ്ങൾ തന്നെയാണ്. കാരണം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അനീഷിനെ എനിക്ക് പരിചയം 2018 നമ്മൾ 2025 2018 സൽമി ആൻസറിൻ്റെ കണ്ടന്റ് റൈറ്റർ ഞാനായിരുന്നു കുറച്ച് കാലങ്ങളോളം. ഏതാണ്ട് ഒരു 6-7 മാസത്തോളം ഞാനായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ആ സമയത്ത് അനീഷിൻ്റെ എപ്പിസോഡ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൂടെ അനീഷായിട്ട് പരിചയപ്പെടുന്നു, അനീഷ് അതിൻ്റെ ഫോളോ അപ്പ് നടത്തുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഓരോ തിരക്കുകൾക്കിടയിൽ നമ്മൾ മുഴുവനായിട്ട് ഒരു ഫോളോ അപ്പിങ് പിന്നെ അനീഷായിട്ട് നടത്തുന്നില്ല. പക്ഷെ അനീഷ് കുറേ കാലം മെസ്സേജ് അയക്കാറുണ്ട്, ഫ്രീ ആവുന്ന സമയത്ത് ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട്. പക്ഷേ അനീഷിൻ്റെ ആ ഒരു ഡെഡിക്കേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ഇപ്പോൾ ആളുടെ കാര്യം തന്നെ എടുത്ത് നോക്കും. ഇപ്പോൾ ആൾ ഒരു ഗവൺമെൻറ് ജോബ് അച്ചീവ് ചെയ്യുന്നു, പക്ഷെ അപ്പോഴും ആൾക്ക് ഇങ്ങനെയുള്ള ഫെയിമും ഇങ്ങനെയുള്ള ഒരു ലോകവും ഈ ഒരു ലൈൻ ലൈറ്റൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അവിടെ നിന്ന് ലീവ് എടുക്കുന്നു. ഗവൺമെന്റ് ജോലി ഉണ്ടെന്നാണ് എൻ്റെ അറിവ് കേട്ടോ, ഞാൻ കേട്ട അറിവ്. അന്ന് കണ്ടസ്റ്റന്റ് ആയ സമയത്ത് ഈ സൽമി ആൻസറിൽ വരുന്ന ഒരാളെ സംബന്ധിച്ച് ആൾ അത്രയും ഈ നമ്മൾ പറയുന്ന പോലെ ചിലവരെ പറ്റി നമ്മൾ പറയില്ലേ, ചിലവർ മരപ്പാഴുകളാന്ന് പറയുന്ന പോലത്തെ ഒരു ആറ്റിറ്റ്യൂഡല്ല. പുള്ളി അത്യാവശ്യം ഐക്യു ലെവലുള്ള ഒരു ക്യൂസ് ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കാൻ അത്രയും കഴിയുന്ന ഒരാളാണ്. ഈ ലാലേട്ടൻ്റെ ഒരു എപ്പിസോഡിൽ പുള്ളി ഒരുപാട് ഇതുപോലത്തെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ആള് ഒരു എന്താ പറയാ, ഈ പറഞ്ഞ പോലെ PSC ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. അല്ലാണ്ട് കാണിച്ചു തരാം കേട്ടോ, ഈ അനീഷ് അയച്ചിട്ടുള്ളൊരു അനീഷ് കണ്ടോ. എനിക്ക് ഈ ചമ്മലും മടിയും കൊണ്ട് ഞാനതിന് മറുപടി പോലും കൊടുത്തിട്ടില്ല. അപ്പോൾ എപ്പോഴെങ്കിലും നേരിട്ട് കാണുമല്ലോ എന്തായാലും, ഇനിയിപ്പോൾ ഒരു മീഡിയ ആയതുകൊണ്ട് തന്നെ. മാത്രമല്ല ഞങ്ങൾ ഈ ബിഗ് ബോസിൻ്റെ എല്ലാ ആൾക്കാരുടെയും ഒരു അസോസിയേഷൻ, ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഓഫ് കോഴ്സ് ജോയിൻ ചെയ്യല്ലോ. അപ്പോൾ ആ സമയത്ത് എന്തായാലും കാണും. ഇപ്പം എന്തായാലും അദ്ദേഹം ഒരുപാട് തിരക്കുകളിലും വർക്കുകളിലൊക്കെ ആയിരിക്കും. കാരണം നമുക്കറിയാം അത് കഴിഞ്ഞ് പുറത്തിറങ്ങി വരുമ്പോൾ ഉണ്ടാകുന്നൊരു
പരിപാടികൾ. അപ്പോൾ ആ സമയത്ത് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് അനീഷ് ഇങ്ങനെയൊക്കെ വളരെ കൃത്യമായിട്ട് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിൽ Follow up. പഠിച്ച് പങ്കെടുക്കുന്നു. അനീഷ് അതിൻ്റെ അണിയറ പ്രവർത്തകൻ. അപ്പോൾ പിന്നെ ഞാൻ പിന്നെ ഈ റിപ്ലൈ അയക്കുന്നതിൽ കുറച്ച് കുറവുള്ളതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ആ സമയത്ത് ഏഷ്യാനെറ്റിൽ സ്റ്റാഫൊന്നുമല്ല. നമ്മളൊരു കോൺട്രാക്റ്റിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. നമുക്ക് ഇടപെടുന്നതിനൊക്കെ വളരെ പരിമിതിയുണ്ട്. അതെ 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 എല്ലാവരും നമുക്ക് അറിയാവുന്ന ആളുകളാണ്. നമ്മുടെ വാക്കിന് പലരും വിലയൊക്കെ കൊടുക്കാറുണ്ട്. എന്നാലും ഒരാളെ ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാര്യത്തിന് വിളിക്കുന്നതാണോ ഈ സ്ഥിരമായിട്ട് Exactly. ഒരാൾ ഫോളോ അപ്പ് ചെയ്ത് നമുക്ക് പേടിയാണ്. അതെ 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 ഒരാളുടെ ആവശ്യം. അപ്പോൾ നമുക്കാണെങ്കിൽ അത്ര വലിയ കൊമ്പുകളൊന്നും നമ്മുടെ കയ്യിലില്ല. സത്യം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടിരുന്നു. അത് മനഃപൂർവ്വമല്ല. പിന്നെ ഞാൻ കാണുന്നത് അനീഷിനെ ബിഗ് ബോസിൽ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഈ 2018 ഈ സെൽമീഡിയൻസ് എന്നുള്ള പ്രോഗ്രാമിലൊക്കെ വന്ന് പെർഫോം ചെയ്ത് നമ്മളെ കുറച്ചൊക്കെ ഫോളോ അപ്പ് ചെയ്തിരുന്ന കക്ഷിയാണ് ഈ അനീഷ് എന്നുള്ളത് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. പിന്നെ അനീഷ് വരുന്നു, അനീഷ് പെർഫോം ചെയ്യുന്നു. എനിക്ക് തോന്നിയ അനീഷിൻ്റെ ഞാനങ്ങനെ ബിഗ് ബോസ് സ്ഥിരമായിട്ട് കാണുന്ന ഒരാളൊന്നുമല്ല. എൻ്റെ ഒരു ഇഷ്ട പ്രോഗ്രാമുകളിൽ ഒന്നുമല്ല ബിഗ് ബോസ്. ഞാൻ അതിൻ്റെ എഴുതാൻ വേണ്ടിയിട്ട് എൻ്റെ സത്യത്തിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് എൻ്റേതായിട്ടുള്ള കുറച്ച് പരിപാടികളുള്ളത് കൊണ്ടും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു റെമ്യൂണറേഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ച ഒരു പ്രൊജക്റ്റാണ്. കാരണം വേറൊന്നുമല്ല, നമ്മളൊരു 100 ദിവസം, ഞാൻ ഇപ്പോൾ ഒരു ഫ്രീലാൻസ് റൈറ്ററാണ്. ഞാനൊരു 100 ദിവസം എൻ്റേതായ ചില പോക്കറ്റുകൾ, എനിക്ക് സ്ഥിരമായിട്ട് വർക്ക് തരുന്ന കുറേ സോഴ്സുകളുണ്ട്. അതെ എല്ലാ ചാനലിലും എനിക്ക് സോഴ്സുകളുണ്ട്, ചാനലിൻ്റെ വർക്കുകളുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒറ്റ സ്ഥലത്തേക്ക് നമ്മൾ മുഴുവനായിട്ട് പറിച്ചു നടുകയാണ്. അപ്പോൾ ഈ കണ്ടസ്റ്റൻറ്റിനേക്കാളും നമുക്ക് തലവേദന എടുക്കുന്ന മണിക്കൂറുകളാണ് ഇതിൻ്റെ എഴുത്ത് ടീമിനൊക്കെ. അതെ അപ്പോൾ അതിൻ്റെ കണ്ടന്റ് മേക്കിങ്ങിന് വേണ്ടി നമ്മൾ ഒരു 100 ദിവസം മാറി നിൽക്കുമ്പോൾ നമ്മുടെ ഈ ബാക്കിയുള്ള ഈ പോക്കറ്റുകളൊക്കെ അതോടുകൂടി വേരറ്റ് പോകും. നമ്മൾ ആ വരിയിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ആ വരിയിലേക്ക് വേറെ ആളുകൾ ആൾക്കാർ. വരും. അതെ അതെ 100 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പിന്നെ ഈ റെമ്യൂണറേഷൻ കിട്ടണമെങ്കിൽ അടുത്തൊരു വർഷം വരെ കാത്തിരിക്കണം. എഗെയിൻ ഇപ്പൊ ചേട്ടൻ പറഞ്ഞപ്പോൾ അത് സ്ക്രിപ്റ്റ് അല്ല എഴുതുന്നത്. അല്ലല്ല ബിഗ് ബോസിന്റെ സ്ക്രിപ്റ്റ് എഴുതുന്ന ബിഗ് ബോസിന് പരിപാടികളല്ല. സ്ക്രിപ്റ്റ് അല്ല. ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഇവരിൽ നിന്ന് കണ്ടന്റ് പല ടൈപ്പ് ഓഫ് ആളുകളുണ്ടല്ലോ. ശരിക്കും ടാസ്ക് വെച്ചിട്ടാണെങ്കിൽ എന്ത് വെച്ചിട്ടാണെങ്കിലും അവരുടെ ഉള്ളിലെ റിയൽ ആയിട്ടുള്ള ആളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ പറഞ്ഞ നമ്മൾ നാരങ്ങ പിഴിയുന്ന പരിപാടി പറഞ്ഞു കറക്റ്റ് സാധനം നമ്മൾ പിഴിഞ്ഞെടുക്കണം. അപ്പൊ എവിടെയാണോ കുറവുള്ളെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ അതിന് വേണ്ടി വരുന്നൊരു സമയം ഒരാളെ പറ്റി നമുക്ക് പഠിക്കാൻ തന്നെ വേണ്ടി വരില്ലേ. ഒരു ക്യാരക്ടർ എന്താന്ന് പഠിക്കാൻ, അവന്റെ മൈനസ് എവിടെയാണ് അവിടെ നോക്കി കണ്ടന്റ് റൈറ്റർ കല്ലെറിഞ്ഞാലാണ് അവിടെ പൊട്ടുള്ളൂ, അവിടെ പൊട്ടി പുറത്തേക്ക് വരുള്ളൂ. പുറത്തേക്ക് വന്നാലാണ് നമുക്ക് റെമ്യൂണറേഷൻ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പുറത്താവും, ഇവർ പുറത്താവണ പോലെ നമ്മളെ പ്രൊജക്ട് ഒരാഴ്ച കൊണ്ട് പുറത്താവും. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് അതിന്റെ ഒരു റിസ്ക്കും പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മുടെ ഫ്രീലാൻസ് രീതിയിൽ നമ്മുടെ പ്രൊജക്ടുകളെല്ലാം പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പോയില്ല. എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഈ പ്രൊജക്റ്റിൽ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ബിഗ് ബോസിനെ ഞാനൊരു സ്ഥിരം ഫോളോവർ ഒന്നുമല്ല. പക്ഷെ ഞാൻ കണ്ട എപ്പിസോഡുകൾ എനിക്ക് മനസ്സിലായത് ഇപ്പോൾ അനീഷ് എന്ത് ചെയ്യണം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് അനീഷിന് എന്ത് ചെയ്യണ്ട എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഭയങ്കര ബോധമായിരുന്നു. അവിടെ ആകാശം ഇടിഞ്ഞു വീണാലും അനീഷ് അത് ഇടപെടുന്നത് 10 വട്ടം ആലോചിച്ചിട്ടായിരിക്കും. അതൊരു വലിയ കാര്യമാണ്. ഞാനൊക്കെ കുറച്ചൊക്കെ എടുത്തുചാട്ടക്കാരനാണ് ചില സമയത്തൊക്കെ. പക്ഷെ അനീഷ് ഇടപെടാതെ പിടിച്ച് നിന്ന് അതിനെപ്പറ്റി ഒന്ന് പഠിച്ച്, അത് ചില സമയത്ത് നമുക്കത് നെഗറ്റീവായിട്ടും വരും. എല്ലാവരും ഇടപെടുന്ന ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുമ്പോൾ നമ്മൾ പഠനം നടത്തുക എന്ന് പറഞ്ഞിട്ട് നമുക്ക് മാറിക്കാൻ പറ്റില്ല. അതെന്താ വെച്ചാലേ നമ്മൾ വന്നിരിക്കുന്ന പ്ലാറ്റ്ഫോം ബിഗ് ബോസ് ആണ് എന്നുള്ള വലിയൊരു വാള് നമ്മുടെ തലയിൽ നിൽക്കും. മാത്രമല്ല അനീഷിന്റെ കാര്യം എന്ന് വെച്ചാൽ സെലിബ്രിറ്റി ലൈനിൽ പോകുന്ന ഒരാളെ സംബന്ധിച്ച് അവന് ഇത് കഴിഞ്ഞാലും വേറെ പ്ലാറ്റ്ഫോം ഉണ്ട്. ഇത് ആറ്റുനോറ്റ് കിട്ടിയതാണ് ഒരു സാധാരണക്കാരന്. വേറെ ഒരു മേഖലയിൽ അവന് ഇപ്പൊ സർക്കാർ ജോലിയുണ്ട്, അതൊരു വലിയ കാര്യം തന്നെയാണ്. പക്ഷേ ഒരു ലൈൻ ലൈറ്റിൽ വേറെ ഒരു ഏരിയയിലും വലിയ വിജയങ്ങൾ നേടാൻ കഴിയാതെ പോയ ഒരാൾ, അയാളെ സംബന്ധിച്ച് അയാളുടെ ലൈഫ് ഒരു ടേൺ ചെയ്യുന്ന ഒരു മൈൽസ്റ്റോണായി വരുന്ന മൊമെന്റ് ഇതാണ്. തീർച്ചയായിട്ടും അവിടെ പതറിക്കഴിഞ്ഞാൽ ഇനി ചിലപ്പോൾ ഇത്രയും നല്ലൊരു അവസരം കിട്ടണമെന്നില്ല. കുറച്ചുകൂടി എന്താ പറയുക ബോധവാനാവും നിൽക്കുന്ന മൊമെന്റിനെ പറ്റിയിട്ട്, ഇടപെടുന്ന അവസരങ്ങളെ പറ്റിയിട്ട്. പക്ഷെ അത് ഭയങ്കര സക്സസ്ഫുൾ ആണ്. ആ കാര്യത്തിൽ ഭയങ്കര സക്സസ്ഫുൾ ആണ് പുള്ളി. ഈ എന്ത് പറയണ്ട എന്നുള്ളത് പോലെ തന്നെ പുള്ളിക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. ഞാൻ പൊതുസമൂഹത്തിൽ ഏതൊക്കെ കാര്യങ്ങളിൽ വേണം സംസാരിക്കാൻ. ഇപ്പോൾ പൊതുസമൂഹത്തിൽ എന്ന് ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ വണ്ടി ഓടിച്ച് പുറത്തോട്ട് പോവുകയാണ്. ഈ പുറത്ത് പോകുന്ന സമയത്ത് പല സ്ഥലത്തും പല കാര്യങ്ങളും നടക്കും. നമ്മളിത് എല്ലാവരും ഇടപെടൊന്നുമില്ല. ആരിടപെടാൻ പോകണം? ഒരാളിടപെടില്ല. പക്ഷേ അപ്പുറത്ത് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന വലിയൊരു വാള് തലയിൽ കിടക്കുന്നതുകൊണ്ടും ഇതിൽ ഞാൻ ഇടപെട്ടാളെ എൻ്റെ മുഖം പുറത്ത് ആൾക്കാർ കാണുള്ളൂ എന്നുള്ള സാധനവും, എന്നാൽ എൻ്റെ ഇടപെടൽ ഒരിക്കലും എൻ്റെ ഇമേജിന് പ്രശ്നം വരുത്തരുത്, കോട്ടം വരുത്തരുത് എന്നുള്ളൊരു ഒരു പേടി ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ് ഇവരുടെ പല റെസ്പോൺസുകളും ഉണ്ടാവുക. ഇതില്ലാണ്ടാണ് പുള്ളി ബിഹേവ് ചെയ്ത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ആൾക്കാർക്ക് അങ്ങനത്തെ ആൾക്കാർക്ക് മുഴുവൻ ഒരുവിധ ഇഷ്ടങ്ങൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇതല്ലാതെ ചില സമയത്ത് ഇമേജ് കോൺഷ്യസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. ഇവരുടെ ഇൻ്റർവ്യൂസ് വീണ്ടും പുറത്തേക്ക് വരും.
ഈ ഇൻ്റർവ്യൂസിലാണ് ഈ പറഞ്ഞ പല പ്രശ്നങ്ങളും ഇപ്പം പറഞ്ഞ് അത് അങ്ങനെയല്ലായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്, ഇതിങ്ങനെയായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ നമ്മളതിനെ പറയുന്നൊരു ന്യായീകരണം എഴുകലുണ്ട്. അത് ആ പരിപാടികൾ, ആ ഇൻ്റർവ്യൂ അതും കണ്ടൻ്റാണ്. അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളും നിൻ്റെ താഴെ എന്താ എഴുതാൻ പോകണമെന്ന് അറിയോ? പിന്നെ ഞങ്ങളൊക്കെ കണ്ടതാ, നീ അന്ന് അവിടുന്ന് ചെയ്തത് ഞാൻ കണ്ടാടാ എന്നുള്ള സാധനം ഇവരും എഴുതാൻ പോണത്. അപ്പോൾ അതും കണ്ടൻ്റാണ് എന്നുള്ള ബേസിക് സ്ട്രക്ചർ അതാണ് പരിപാടി. അനീഷിൻ്റെ വിജയം ശരിക്കും അയാളുടെ ശ്രമങ്ങൾ തന്നെയാണ്. ഈ പിന്നെ അനീഷ് അതുപോലെ ഇപ്പോൾ ഇത്തരം മത്സരങ്ങളിൽ, റിയാലിറ്റി ഷോകളിൽ പങ്കെടുക്കുന്നവർക്ക് ഒരു പുതിയ ഒരു ഉദാഹരണം കൂടിയായി മാറിയിട്ടാണ് എന്താ പറയാ ചരിത്രത്തിലേക്ക് മാറുന്നത് എന്നൊക്കെ പറയില്ല നമ്മള്. കാരണം ഒരു ഗവൺമെന്റ് ജോബ് ഉള്ള ഒരാള്, ആള് ഒരു പർട്ടിക്കുലർ ടൈമിൽ ലീവ് എടുക്കുന്നു. ലീവ് എടുത്തിട്ട് ഇത്തരം ഒരു വേദിയിലേക്ക് കടന്നു വരുന്നു. അതിനെ കുറ്റം പറഞ്ഞ് കുറെ പേരുണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാല് കേരളത്തില് ഏറ്റവും കൂടുതൽ PSC എഴുതി ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സർക്കാർ സർവീസിലുള്ള ഒരു സംസ്ഥാനമാണ്. ഇവിടെ ഈ സർക്കാർ സർവീസിൽ കയറിയ എത്രയോ പേര് ലീവ് എടുത്ത് ഗൾഫിൽ പോകുന്നു, എത്രയോ പേര് മറ്റു പലവിധ പരിപാടികൾ ചെയ്യുന്നു. അഭിനയിക്കാൻ പോകുന്നത് തൊട്ട് പലവിധ പരിപാടികൾ. ഇനി സർവീസിൽ ഇരുന്നു കൊണ്ട് കുറുക്കമ്പനിയുടെ ഡയറക്ടർ ആവുന്ന ആൾക്കാര്, 4 മണി കഴിഞ്ഞാൽ പലവിധ പരിപാടികൾക്ക് പോകുന്ന അധ്യാപകര്, പലതരം ബിസിനസ്സാണ്, പല ടൈപ്പ് ഓഫ് ബിസിനസ്. കാലത്തെ കഷ്ടപ്പാട് കൊണ്ട് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് വിളിക്കാതെ ജീവിക്കുന്ന എത്ര ആൾക്കാരുണ്ട്. അതുണ്ട്, അത് ഇഷ്ടം പോലെ. പല മറ്റേ പരിപാടികൾ ഓപ്പൺ ആവുന്നതുകൊണ്ടും അങ്ങനെ കയറുന്നതുകൊണ്ട് ഇവർക്ക് കിട്ടാതിരിക്കുന്ന. ഇവനെ പോലുള്ളവർക്കൊന്നും സർക്കാർ ജോലി കൊടുക്കരുത്. ഇപ്പൊ നമ്മൾ അശ്വന്ത് കോക്കിനെ പറ്റി പറയാറുള്ള എവിടെയാണ്, അയാൾക്കൊരു ജോലി ഉണ്ട്, അയാളെ ജോലി എടുത്ത് കളയണം, അവന്റെ ഈ റവന്യൂ തന്നെയുണ്ട്. അങ്ങനെ പല വിധത്തിൽ കുറ്റം പറയുന്ന ആൾക്കാർ. അപ്പോൾ അനീഷ് എനിക്ക് തോന്നുന്നു ആ ഒരു രീതിയിൽ വലിയൊരു സക്സസ്ഫുൾ ആണ്. പുതിയൊരു ടെക്സ്റ്റും ആണ്. അതായത് ഇങ്ങനെ നമുക്ക് വേണ്ടി വന്നാൽ നമ്മളിപ്പോൾ പലരും പറയണ സർക്കാർ ജോലി കയറി ഇനിയിപ്പോൾ ലൈഫിലൊന്നുമില്ല, 1-ാം തീയതി ശമ്പളം വാങ്ങുന്നു, 2-ാം തീയതി 2 അടിക്കുന്നു, അങ്ങനത്തെ ഒരു അലസ ജീവിതം. എന്തുകൊണ്ടാണ് സർക്കാർ ജോലി കിട്ടിയേ? ശ്രമിച്ചോണ്ടാണ്. അതെ, ശ്രമിച്ചു, കിട്ടി, അത് കഴിഞ്ഞാൽ പിന്നെ ഓക്കെ. ശ്രമിക്കാൻ മനസ്സുള്ള ഒരാൾക്ക് സർക്കാർ ജോലി മാത്രമല്ല ബിഗ് ബോസ് കിട്ടും, എന്തും കിട്ടും. ബിഗ് ബോസ് എന്നല്ല ഞാൻ പറഞ്ഞ, എന്തും കിട്ടുന്നേ. ഇപ്പോൾ യാത്രകൾ പോകുന്ന ഇത്ര ആൾക്കാരുണ്ട്. ഈ പണ്ടൊന്നും യാത്രേൻ്റെ ഇത്ര കണ്ട് പരിപാടികളൊന്നും. ഞാൻ ഈ ചിത്രൻ്റെ ഒരുപാട് വീഡിയോസ് കാണുന്നതാണ്. ചിത്രനെ ഭയങ്കരമായിട്ട് ആരാധിക്കുന്ന ഒരാളാണ്. അവൻ്റെ വീട് പടുത്താണ് ഞാൻ ഈ പറഞ്ഞ അവൻ തിരിച്ചു വന്നതിൻ്റെ ശേഷമുള്ള ഇതിൽ കണ്ടത്. ചേട്ടാ, അത്തരം വീടുകളിൽ താമസിക്കുന്ന കോടിക്കണക്കിന് ആൾക്കാരുണ്ട് നമുക്ക്. ഇവർക്കൊന്നും തോന്നാത്തൊരു പരിപാടി ഈ ആൾ ചെയ്തു. റീസെൻ്റായിട്ട് സംസാരിച്ചു ഞാൻ, ഇപ്പോൾ അതിൻ്റെ വീട്ടിൽ സംസാരിച്ചേ. സ്പോർട്സിന് നമ്മളൊക്കെ ഭയങ്കര വാല്യൂ ഉണ്ട്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഇപ്പോഴും നമ്മുടെ മേജർ ആൾക്കാർക്കും അറിയില്ല സ്പോർട്സ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിനെ വേറെ രീതിക്ക് അപ്ലിഫ്റ്റ് ചെയ്യുന്നൊരു പരിപാടിയാണെന്നുള്ള അറിയില്ല. പലതരം സ്പോർട്സിൽ നമുക്ക് പലതരം റെക്കഗ്നീഷൻസ് കിട്ടും, പല അച്ചീവ്മെൻറ്റ്സ്, അല്ലെങ്കിൽ പല 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 ഹൈറ്റ്സിലേക്ക്, നമ്മൾ വിചാരിക്കാത്ത ഹൈറ്റ്സിലേക്ക് നമ്മൾ പോകും. നമ്മുടെ ഫാമിലി അതിൻ്റെ കൂടെ വളരും, നമ്മുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും ഇതൊന്നും നമുക്ക് ആർക്കും അറിയില്ല. കുറേ ആൾക്കാർക്ക് അറിയില്ല, അറിയുന്ന കുറേ ആൾക്കാരുണ്ട്, പക്ഷെ അറിയില്ല. എന്നാലും നമ്മളിവിടെ കൾട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഫുൾ ഡോക്ടേഴ്സിനെയും എൻജിനീയേഴ്സിനെയും അല്ലെങ്കിൽ കുറേ ബാക്കിയുള്ള പ്രൊഫഷൻസിലുള്ള ആൾക്കാരെ മാത്രമാണ് ഇപ്പോഴും. എന്താണ് ആഗ്രഹം? എൻ്റെ കുട്ടീനെ എനിക്ക് ഇതാക്കിയാൽ മതി. എന്നാലും എത്ര ഉണ്ടാവും ചേട്ടാ? ഇപ്പം ഞാൻ പറയട്ടെ, നമ്മളീ പറയുന്നത് ഒരു 10% എനിക്ക് ആ അഭിപ്രായം ചെറിയ വ്യത്യാസമുണ്ട്. അതായത് പണ്ട് അങ്ങനെ ഡോക്ടർ ആവുന്നു, എഞ്ചിനീയർ ആവുന്നു എന്നുള്ളതാണ് ആഗ്രഹം. ഇപ്പൊ ആ കോഴ്സിന് ചേർക്കുന്നു എന്നുള്ളത് മാത്രം ആഗ്രഹം. കാരണം 36 സപ്ലിയുമായിട്ട് ബിടെക് കഴിഞ്ഞു വരുന്നു. ബിടെക് പോയി, പണ്ട് നമ്മൾ പറയും SLC അറ്റംപ്റ്റ് ചെയ്തു എന്ന് പറയില്ലേ, SLC ഉണ്ട് പക്ഷെ പാസ്ഡ് എന്നുള്ള സംഭവം അത് ബിടെക് എന്നുള്ളത് ഡിഗ്രി പോലെ ഒരു സംഭവം. പക്ഷെ അതിൽ സപ്ലി ഉണ്ടോന്ന് ആരും അന്വേഷിക്കുന്നില്ല. അതല്ലെങ്കിൽ അത് പാസ് ഔട്ട് ആയിട്ട് അതിന്റെ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടോ എന്ന് ആരും അന്വേഷിക്കുന്നില്ല. ആ കോഴ്സിന് കൊണ്ടുപോയി മകനെ ചേർത്തുന്നു. ഇത്രയും സമയം എന്തിനാ വേസ്റ്റ് ചെയ്യണം നിങ്ങൾ? കാരണം ബാക്കി എന്താ പറയാ, എന്തെങ്കിലുമൊക്കെ ഐഡന്റിറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരാൾ വേറെ കോഴ്സിനൊക്കെ പോയിട്ടുണ്ടാവും. അതെ, ഏതെങ്കിലും ഒരു ഡിഗ്രി എടുക്കുന്നവരാണ് ഇപ്പൊ സത്യത്തിൽ കുറെ പേര് ബിടെക് എടുക്കുന്നത്. ഇത് മാത്രമല്ലാണ്ട് ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ ഏൺ ചെയ്യുന്നത് ഈ പറയുന്ന കോഴ്സ് ചെയ്ത് പഠിച്ച് പാസ്സായി ഇത്രയും ഇതാക്കി ഒരു റെപ്യൂട്ടഡ് പൊസിഷനിൽ ഇരുന്ന ആൾക്കാർ, ഞാൻ ഒരിക്കലും ബിലിറ്റിൽ ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ മോശമായിട്ട് പറയുന്നതല്ല, അവരെക്കാട്ടിലും കൂടുതൽ വരുമാനം ഉണ്ടാക്കി ലൈഫ് സെറ്റാക്കി നമ്മുടെ ഫാമിലീനെ മുഴുവൻ സപ്പോർട്ട് ചെയ്ത് വലിയൊരു ഫാക്ടറായിട്ട് അപ്പുറത്ത് മാറുന്നുണ്ട്. എന്നാൽ എല്ലാവരും അത് ചെയ്യണമെന്നല്ല പറയണേ. അവനവനൊരു പരിപാടി ഉണ്ടെങ്കിൽ അതിൽ എക്സൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. എഗെയിൻ കമ്മിങ് ടു അനീഷിൻ്റെ പോയിന്റ്, ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് വേറെ മോൾഡുകളിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യിലുണ്ടാവും മോൾഡ്, അത് തിരിച്ചറിഞ്ഞാൽ മതി.
എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തിൻ്റെ മോള് ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് 6 വയസ്സ് 7 വയസ്സിലൊക്കെ അവൾ നന്നായിട്ട് ബാറ്റ് ചെയ്യുക അവൾ. ചുമ്മാ ക്രിക്കറ്റ് ബോൾ ഇട്ട് കൊടുത്താൽ അവൾ അടിക്കും. ഈ പുള്ളിക്കാരൻ അവളേനെ പഠിപ്പിച്ച് എന്തെങ്കിലും ഒരു പ്രൊഫഷനിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ അവരതിൽ കിട്ടുമായിരിക്കും, വേറെ പരിപാടിയായിരിക്കും. ആ കുട്ടി ഇപ്പോൾ ഡിവിഷണൽ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ടീമിൽ കളിച്ചുകൊണ്ടിരിക്കുക. 14 വയസ്സായിട്ടുള്ളൂ. ഇതൊരു കയറി വരുന്ന സ്റ്റേറ്റ് ടീമിലും ഡിവിഷൻ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ടീമിലേക്കോ കളിക്കാൻ പറ്റുന്ന കയറി വരുന്ന ഒരു അപ്ലിഫ്റ്റിംഗ് പരിപാടിയാണ്. നമ്മുടെ ഇവിടെ നമുക്ക് ഉണ്ടായിക്കൂടെ? എത്ര സ്പോർട്സ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ആർട്സ് ഒരുപാട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പുറത്ത് ഓൾറെഡി ഇങ്ങനത്തെ ഇത്രയും വലിയ പ്രൊഫഷണൽസ് അപ്പുറത്ത് അപ്പോഴും ഉണ്ടാവും. അവിടെ എല്ലാ പഠിച്ചിറങ്ങുന്ന ആൾക്കാരും ഭീകര ഡോക്ടേഴ്സ് മുഴുവനായിട്ട് ഈ കാര്യത്തിൽ പലരും എപ്പോഴും ചെയ്യാറില്ല. നമ്മൾ രക്ഷിതാക്കളെ മാത്രം നമ്മൾ ബ്ലെയിം ചെയ്യാറുണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഒരിക്കലുമല്ല. ഈ ഇപ്പോഴത്തെ ഒരു ജനറേഷന് കുറെ കൂടി ഡെഡിക്കേഷന്റെ കുറവും ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പലരും ഒരു ഫോക്കസ് ഇല്ലായ്മയുണ്ട്. അതുപോലെ നമ്മൾ പറയില്ലേ, ഇപ്പൊ വെച്ച വാഴ ഇപ്പൊ തന്നെ കൊലയ്ക്കണം എന്ന് ആഗ്രഹിച്ചാൽ നടക്കില്ല. നമുക്കൊരു മിനിമം ഒരു 5 വർഷം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 10 വർഷം അത്രയൊക്കെ നമ്മൾ ചിലപ്പോൾ ഒരു ഏരിയക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോഴത്തെ ജനറേഷന് മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതിലില്ലല്ലോ. അത് പണ്ടാണെങ്കിൽ കുറച്ചും കൂടി ആൾക്കാർ അതിനകത്ത് നിന്നിരുന്നു. അല്ല, അതിന്റെ കാരണം എനിക്ക് തോന്നുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഈ ജനറേഷനെ വളർത്തുന്ന ആരാ? ജനറേഷനെ വളർത്തുന്നു എന്നുള്ളതിലൊക്കെ വ്യത്യാസങ്ങളുണ്ട്. അതായത് ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ലവ് മാരേജ്, ഇപ്പൊ അനൂപ് ലവ് മാരേജ് കഴിച്ച ഒരാളാണ്. അപ്പോൾ പലപ്പോഴും സംഭവിക്കാറെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടത്തെ ലവ് മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് ചിലപ്പോൾ ഉടക്കുണ്ടാവുന്നു, നമ്മൾ സ്വന്തമായിട്ട് ജീവിക്കുന്നു, നമ്മൾ റവന്യൂ കണ്ടെത്തുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി വീട്ടിൽ നിന്ന് തന്നെ അത് സെറ്റാവും. പല വീടുകളിലും എന്താ പറയാ, മകനോട് ചിലപ്പോൾ രക്ഷിതാക്കൾ പറയുന്നുണ്ടാവുക, ഞങ്ങൾ കെട്ടിയാൽ ആ 2 ആളെ വീട്ടിലുള്ളൂ. പണ്ട് ഒരു 5-6 ആൾ ഉണ്ടാവുന്ന സമയത്ത് ഒരാൾ പോയതാണ്, നിന്റെ ഒരു ഏട്ടൻ, 3ാമതൊരു ഏട്ടൻ ഉണ്ടായിരുന്നു എന്ന് പറയേണ്ട അവസ്ഥയുണ്ട്. അയാൾ ബോംബെയിൽ എവിടെയാണ്, ആൾ ചിലപ്പോൾ തിരിച്ചു വരും. അപ്പൊ ഇതിന്റെ ലാസ്റ്റ് നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ നമ്മൾ വല്ല അച്ഛൻ വീട്ടില് മരിക്കാറായി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. എഴുതി കാണിക്കുമ്പോൾ പുതിയൊരാള് ഇറങ്ങി വരും, മറ്റേ ഭരതനാട്യ സിനിമയിലൊക്കെ ഉള്ള പോലെ. അപ്പൊ അങ്ങനെ ആവണമെന്നില്ല, പക്ഷെ ഏതെങ്കിലും രീതിയിൽ പുറപ്പെട്ടു പോയ ഒരാളുണ്ട്, അയാൾ ഏത് നിമിഷം തിരിച്ചു വരും. അപ്പൊ അങ്ങനത്തെ ഒന്നും പ്രശ്നങ്ങൾ ഇപ്പൊ സത്യത്തിൽ വീടുകളില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മളൊരു എയിം, നമ്മളവിടെ ലക്ഷ്യം കണ്ടു കഴിഞ്ഞാൽ അതിന് പുറകെ സഞ്ചരിക്കാനുള്ള ഒരു ക്ഷമ, ഒരു ഡെഡിക്കേഷൻ, ഒരു സമർപ്പണം, ഇത് പലപ്പോഴും ഇല്ലാതാവുന്നൊരു പ്രശ്നമുണ്ട്. പക്ഷെ അത് ഈ ഓരോ കാലത്തും ഓരോ കാര്യങ്ങൾ. ഞാൻ ഈ പറഞ്ഞ പോലെ ഇവരുടെ അടുത്ത് നിന്ന് ഒരുപാട് പഠിക്കുന്ന ഒരു പരിപാടി ഉണ്ട് കേട്ടോ. കാരണം ഇവർക്ക് അറിയുന്ന ഈ അൾട്ടിമേറ്റ് ആയിട്ടുള്ള പുതിയ കുറേ കാര്യങ്ങളുണ്ട് ചേട്ടാ. ഇപ്പോൾ റീസെൻ്റായിട്ട് ഈ CCLൻ്റെ ഭാഗമായിട്ടേ പ്രാക്ടീസ് മാച്ചസ് നടക്കുമ്പോൾ കണ്ടൻറ് ക്രിയേറ്റേഴ്സായിട്ടുള്ള ഒരു ക്രിക്കറ്റ് കളി ഉണ്ടായി. എനിക്ക് ക്രിക്കറ്റ് ഭയങ്കര ആഗ്രഹമാണ്. അപ്പം ക്രിക്കറ്റ് കളിക്കാൻ എനിക്ക് അത്ര വലിയ കഴിവൊന്നുമില്ല. ഞാൻ ഈ പറഞ്ഞ പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ കളിക്കുന്ന ഒരാളാണ്. ഈ കേരളോർമയിൽ പണ്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നമ്മുടെ കൂടെയുള്ള ലൈവിലൊക്കെ ഉള്ള ആൾക്കാരോട് ഞാൻ പറയും, സിനിമാക്കാരെ ക്രിക്കറ്റ് കളിയുണ്ട്, അപ്പോൾ എനിക്ക് ഒരു സമയത്ത് കളിക്കാനൊക്കെ പറ്റുന്ന യോഗ ഉണ്ടാവും എന്നുള്ളൊരു സാധനം. കാരണം നമ്മുടെ അൾട്ടിമേറ്റ് എയിം സിനിമ ആയതുകൊണ്ട് തന്നെ ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നത് കൊണ്ടും എനിക്ക് ക്രിക്കറ്റ് ഇഷ്ടമായതുകൊണ്ടും അപ്പോൾ അതിൽ ഞാൻ കളിച്ചു. കേരള സ്ട്രൈക്കേഴ്സിൽ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ സീസണിൽ ഞാൻ 4 കളി ഞാൻ കളിച്ചു. അപ്പം ഇവരായിട്ടുള്ള ഈ കണ്ടൻറ് ക്രിയേറ്റേഴ്സിനായിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സിനായിട്ടുള്ള ഈ ക്രിക്കറ്റുകളുടെ സമയത്ത് ഇവർ ഓരോ മൊമെൻറ്റും ക്യാപ്ചർ ചെയ്യാണ്. എവിടെയാണ് ഒരു നല്ല മൊമെൻറ്റ് സംഭവിക്കുക എന്നുള്ള സാധനം ഇവർക്ക് കിട്ടില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ ക്യാപ്ചർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും നല്ലൊരു പ്രിഷ്യസ് ആയിട്ടുള്ള മൊമെൻറ്റ് പോലും നഷ്ടപ്പെട്ടു പോകൂടാ, അത് ഞാൻ അവിടെ എടുത്തിരിക്കണം, വേറെ ആൾ എടുക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഞാൻ എടുത്തിരിക്കണം. എന്തിനാണ്? അതൊരു ഡെഡിക്കേഷനാണത്. അവരുടെ പ്രൊഫഷൻ അതാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ പ്രൊഫഷനിലേക്ക് വേണ്ട ഡെഡിക്കേഷൻ അവർ അവിടെ ഇടുന്നുണ്ട്. നമ്മൾ കാണുന്നൊരു കൺസെപ്റ്റിലുള്ള സാധനം വേറെ ആയിരിക്കും ചിലപ്പോൾ, പക്ഷേ ഇവർ അതിലേക്ക് അവിടെ നിന്ന്. അപ്പം അങ്ങനത്തെ കുറേ പരിപാടികൾ എനിക്ക് അവരുടെ നിന്ന് ഞാൻ അത്തരം ഈ ഇൻഫ്ലുവൻസിങ് പരിപാടികളിലേക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. എൻ്റെ എയിം ഇതായതുകൊണ്ടും ഞാൻ ഫോക്കസ് ചെയ്യുന്നതായതുകൊണ്ടും ഞാൻ ഇതിലേക്ക് മാത്രം സഞ്ചരിക്കുന്നതുകൊണ്ടാണ്. പക്ഷേ അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാ ഗെയിമിങ്ങും മോശമല്ല. ആ ഗെയിമിംഗ് കൊണ്ട് വീട് വെച്ച ആൾക്കാരുണ്ട്. വീട്ടുകാരെ നന്നായിട്ട്, വളരെ ലോ പ്രൊഫൈലിൽ ഒരുപാട് കാലം ജീവിച്ചിട്ട് ഫിനാൻഷ്യലിയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ജീവിച്ചിട്ട് ഗെയിമിങ് ചെയ്തുകൊണ്ട് ഭയങ്കരമായിട്ട് ലൈഫ് അപ്ലിഫ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ ചിലപ്പോൾ ഒരു 55-ാമത്തെ 60-ാമത്തെ വയസ്സിൽ അവർക്ക് കിട്ടുന്നത് ഒരുപാട് സൗകര്യങ്ങളും ഒരുപാട് ഗുണങ്ങളും ആയിരിക്കും. ഇതൊക്കെ ഈ പിള്ളേരുണ്ടാക്കി കൊടുക്കണേ. എൻ്റെ അച്ഛനെയും അമ്മേനെയും എൻ്റെ ഉപ്പാനെയും ഉമ്മേനെയും ഞാൻ എൻ്റെ പുതിയതായിട്ട് വാങ്ങുന്ന BMW കാറിലാണ് കൊണ്ടുപോകുന്നത്. ഞാൻ വാങ്ങുന്ന, എനിക്ക് വേറെ കടമൊന്നുമില്ല. ഈ കടം വീട്ടാൻ എൻ്റെ അച്ഛനമ്മയും പോകേണ്ട ആവശ്യമില്ല.
അപ്പം അങ്ങനെ മാറുന്ന ഒരുപാട് ആൾക്കാരും ഉണ്ട് ശരിക്ക്. എനിക്ക് തോന്നുന്നു ചേട്ടൻ പറഞ്ഞതും ശരിയായിരിക്കാം. അല്ല, ഞാൻ രണ്ട് വിറ്റ്നസ് രീതിയിലുള്ള ചെയ്തതും ആളുകൾ എന്തായി ഒരിക്കലും ഒരു കാലത്തെയോ ഒരു തലമുറയോ ഒരിക്കലും അടച്ചാക്ഷേപിക്കാനായിട്ട് പറ്റാറില്ല. അതൊന്നുമില്ല. ഇപ്പം ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ പഴയതിൽ നിന്ന് ഇപ്പം എപ്പോഴും നമ്മൾ രക്ഷിതാക്കളെ മാത്രം കുറ്റം പറയും. പക്ഷേ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ അവരുടെ ചില തിരഞ്ഞെടുപ്പുകളും കാര്യങ്ങളും അവർ വന്നൊരു കാലഘട്ടമൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെയും എല്ലാവരും നല്ലതാന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ലല്ലോ. അല്ലല്ല, ഇവിടെയും അതിൻ്റെ എന്താ പ്രശ്നം വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയത് വെച്ചാൽ ഇവർ ചിലപ്പോൾ ശ്രമിച്ചിട്ടുണ്ടായിരിക്കും. ഇവർക്ക് സാഹചര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ആ സമയം കൊണ്ടോ സിറ്റുവേഷൻസ് കൊണ്ടോ ഇത് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പം എന്ത് ചെയ്യും? എൻ്റെ കുട്ടിക്ക് ഞാൻ എല്ലാ സാഹചര്യവും ഒരുക്കി കൊടുക്കും. അപ്പോൾ അച്ചീവ് ചെയ്യേണ്ട പരിപാടി മാത്രം അവർ ചെയ്താൽ മതി എന്നുള്ളൊരു അതൊരു എനിക്ക് പറഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് ഒരു അവനവൻ്റെ സെൽഫിഷ് തോട്ട് മാത്രമാണ്. സെൽഫിഷ് എന്നുള്ളത് മോശമായിട്ടുള്ള അർത്ഥത്തിലല്ല. അഗെയിൻ ഐ എം സെയിങ് അവന് സേഫ് ആയിരിക്കണം, അവൾ സേഫ് ആയിരിക്കണം. ഞാൻ അനുഭവിച്ചിട്ടുള്ളൊരു ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒരിക്കലും എൻ്റെ മകനോ മകളോ അനുഭവിക്കരുത് എന്നുള്ള സെൽഫിഷ്നെസ് ഇല്ലേ, അത്രയാണ്. അത് പക്ഷേ കുറെ കാര്യങ്ങളിൽ അങ്ങനെയുള്ളൊരു ജനറേഷനെ അലസരാക്കും എന്നുള്ളൊരു അത് ഉണ്ട്. എൻ്റെ അനുഭവങ്ങളാണ് ഉണ്ട്, എൻ്റെ ഗുരു എന്ന് ഉണ്ട്. പറയുന്ന പോലെ ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം ഇത് കിട്ടി ശീലിച്ചു. അതെ, അതിന് നമ്മൾ പറയും മറ്റേ ഗോൾഡൻ സ്പൂണിലാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നതെന്ന് പറയും. ഈ ഗോൾഡൻ സ്പൂൺ ഉണ്ടാക്കിയതാരാ? എൻ്റെ മുമ്പത്തെ തലമുറയാണ്. ആരാ എടുത്തു തന്നെ? എൻ്റെ മുമ്പത്തെ തലമുറയാണ്. എൻ്റെ പണി ഇരുന്ന് കഴിക്കാൻ മാത്രം മതി. സോ എനിക്കത് കിട്ടും, എല്ലാ കാലത്തും അത് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ബാക്കി റിയാലിറ്റി ഫേസ് ചെയ്യേണ്ട ഒരു സമയം വരുമ്പോൾ അതൊരിക്കലും കേക്ക് വാക്കായിരിക്കില്ല. അവിടെ സ്ട്രഗിളിംഗ് ഉണ്ടായിരിക്കും. ആ സ്ട്രഗിളിംഗ് ഫേസ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ കോൺസിക്വൻസസ് ഭയങ്കരമായിരിക്കും. ഇപ്പം നമ്മൾ അനീഷിൽ നിന്നാണ് നമ്മൾ വളരെ വിശാലമായിട്ടുള്ള കുറേ ഏരിയകളൊക്കെ കടന്നു പോയത്. അപ്പം അനീഷിനെ പറ്റി നമ്മൾ ഒരുപാട് അനീഷിൻ്റെ ഒരു ക്യാരക്ടറും അതുപോലെ തന്നെ ബിഗ് ബോസിലെ മറ്റൊന്ന് രണ്ട് ക്യാരക്ടറെ പറ്റി സംസാരിച്ചു. അപ്പോൾ ഒരു ബിഗ് ബോസിൽ പങ്കെടുത്ത കുറേ കാലം ബിഗ് ബോസ് ഫെയിം അനൂപ് കൃഷ്ണൻ എന്ന ഒരു ബ്രാൻഡിങ് ഉണ്ടായിരുന്ന ഒരാളെന്ന നിലയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റൻ്റ് പലവിധ കാരണങ്ങളല്ല, ഓരോരുത്തർക്കും ഈ പറഞ്ഞ പോലെ ഓരോരുത്തരും അവരുടേതായിട്ടുള്ള പെർസ്പെക്റ്റീവ് ഉണ്ടായിരിക്കും. പക്ഷേ ഇപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇതുവരെയുള്ള സീസണുകൾ, ഇപ്പോൾ എത്രാമത്തെ സീസണാണ്? ഇപ്പോൾ സീസൺ 7 ആണ്. അല്ലേ? 7 സീസൺ എന്ന് പറയുമ്പോൾ 7 വർഷമല്ല, അതിൽ കൂടുതൽ വർഷങ്ങൾ എടുത്തിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇതൊക്കെ തീർന്നിട്ടുണ്ടാവുക. അപ്പോൾ 7 8 കഴിഞ്ഞപ്പോൾ 8 കഴിഞ്ഞു. 8ന്റെ പണിയാണോ? അല്ല, 7ന്റെ പണി. 7 കഴിഞ്ഞു. 7 പണി. അപ്പോൾ ബിഗ് ബോസ് തീർച്ചയായിട്ടും ഒരു 7 സീസൺ പിന്നിട്ടു. പലരും പല രീതിയിൽ ബിഗ് ബോസിലൂടെ മാത്രം രക്ഷപ്പെട്ടവരുണ്ട്. ബിഗ് ബോസിൽ വന്നിട്ട് ഫെയിം ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഇപ്പോൾ തരീകിട സാബുവിൻ്റെ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ അദ്ദേഹത്തിന് അതുവരെ ഉണ്ടായിരുന്നൊരു ഇമേജിൽ നിന്ന് വേറൊരു ഇമേജാണ് ഇവിടെ വന്നപ്പോൾ കിട്ടിയതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഏറ്റവും നല്ല കണ്ടസ്റ്റൻറ്റുകൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ഫസ്റ്റ് ബിഗ് ബോസിലുണ്ടായിരുന്നത്. ഇപ്പോൾ തരീകിട എന്നുള്ള പ്രോഗ്രാമിൻ്റെ ഒരു ഫെയിമിലൂടെ വന്ന ആളെ പറ്റിയിട്ട് ടെലിവിഷൻ ഓഡിയൻസിനുണ്ടായിരുന്നൊരു ഇമേജ് അതായിരുന്നു. പക്ഷേ അദ്ദേഹം ഇവിടെ വന്ന് പുറത്തു പോയി പിന്നെ ആക്ടറായി. പക്ഷേ ഇതിൽ ഉണ്ടായിരുന്ന സമയത്തുള്ള ഒരു ഇത് അവിടെ തന്നെ ഗംഭീരമായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ രജത് കുമാർ വരുന്നു. അദ്ദേഹം ആണെങ്കിൽ ഇതിനു മുൻപ് ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക ഒരു സന്യാസിയെ പോലെ ക്ലാസ് എടുക്കാൻ പോകുന്നു, മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ പോകുന്നു. പക്ഷേ ബിഗ് ബോസ് വന്നപ്പോൾ പുള്ളി വേറൊരു അരഗൻ്റായിട്ടുള്ള വളരെ വേറെ ആറ്റിറ്റ്യൂഡായിട്ട് പോകുന്നു. പിന്നെ അതുപോലെ കുറേ പേര് ഇപ്പോൾ റോബിൻ വരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ലൈം ലൈറ്റിൽ എപ്പോഴും ഇങ്ങനെ കൃത്യമായിട്ട് ഓരോ മാസം ഇപ്പോഴും സ്വന്തമായിട്ട് ബിഗ് ബോസിനേക്കാളും കൂടുതൽ കണ്ടന്റ് പുറത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആൾ തീർച്ചയായിട്ടും അഖിൽമാരാർ തന്നെയാണ്. അപ്പോൾ അഖിലിനെ സംബന്ധിച്ച് താത്വിക അവലോകനം പോലത്തെ ഒരു സിനിമ ചെയ്തു. സിനിമയ്ക്കും അഖിലിനും അതുകൊണ്ട് യാതൊരു ഗുണം ഉണ്ടായിട്ടില്ല, പ്രേക്ഷകർക്കും യാതൊരു ഗുണം ഉണ്ടായിട്ടില്ല. അതിനുശേഷം ഇവിടെ വരുന്നു, ഇവിടെ ഒരു ഫെയിം ഉണ്ടാക്കുന്നു, തിരിച്ച് പോയി. പിന്നെ ഇതിന് ശേഷം പിന്നെ എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വൻമരം വീണു, പിന്നെ ഒന്നും പുല്ല് പോലും മുളച്ചിട്ടില്ല എന്നുള്ള ഒരവസ്ഥയിൽ തന്നെയാണ് അദ്ദേഹം നിൽക്കുന്നത്. ഇതിപ്പോൾ എനിക്ക് അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ട് ഇഷ്ടമോ ഇഷ്ടക്കുറവോ ഒന്നുമില്ല. പക്ഷേ ബിഗ് ബോസിന് ശേഷം അദ്ദേഹത്തിൻ്റെ കലാജീവിതത്തിൽ ചെയ്തൊരു കോൺട്രിബ്യൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും ഞാൻ കണ്ടെത്തിയിട്ടില്ല, കണ്ടെത്തുന്നവരുണ്ടായിരിക്കാം. അപ്പോൾ ഈ ബിഗ് ബോസിൽ തന്നെ നിന്ന് ഈ എന്താ പറയുക ജീവിതം മുന്നോട്ട് നയിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ബിഗ് ബോസിനപ്പുറം ഒന്നും ചെയ്യാത്തവരുണ്ട്. ബിഗ് ബോസ് ഇപ്പോൾ അനൂപ് കൃഷ്ണനെ പോലെ അത് ലൈഫിലെ അദ്ദേഹത്തിൻ്റെ കലാജീവിതത്തിലെ ഒരു ഏട് മാത്രമായി മാറ്റി പുതിയ തീരങ്ങൾ തേടി തുഴഞ്ഞു പോകുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ പല ടൈപ്പ് ഓഫ് ആൾക്കാർ ബിഗ് ബോസിലുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് പറയുകയാണെങ്കിൽ അനൂപിന് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ലൊരു കണ്ടസ്റ്റന്റ് ആരായിരിക്കും? ഈ പറഞ്ഞതിൽ ഒരുപാട് ആൾക്കാർ എനിക്ക് പേഴ്സണലി അടുപ്പുള്ള ഒരാളാട്ടോ, അറിയുന്ന ഒരാളാട്ടോ. അപ്പോൾ അഖിലിനെ സംബന്ധിച്ചിടത്തോളം അഖില് ഒരു പടം ചെയ്തു. ആ പടം അതിൻ്റെ ഈ പറഞ്ഞ പോലെ ജയപരാജയങ്ങളൊക്കെ അത് വിട്ടിട്ട് അഖിൽ അതിന് ശേഷം ബിഗ് ബോസിൽ വന്നു. ബിഗ് ബോസിൽ വിന്നറായി. മറ്റൊരു വിന്നേഴ്സിനും ഇല്ലാത്ത അത്ര ഒരു എന്താ പറയുക ചാം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു ലൈം ലൈറ്റ് പ്രസൻസ് എന്ന് പറയാം, അത് അഖിലിന് കിട്ടി.
ഇതിൻ്റെ ഒക്കെ അപ്പുറം അഖിൽ ജീവിച്ചിരുന്ന ഒരു ലൈഫ് സ്റ്റൈലുണ്ട് ബിഫോർ ബിഗ് ബോസ്. ആ ഒരു ലൈഫ് സ്റ്റൈലിലല്ല അഖിൽ ഇപ്പോൾ ജീവിക്കുന്നത്. കാരണം എനിക്കത് പേഴ്സണലി ഞങ്ങൾ ഒരു ദിവസങ്ങൾ കാണുന്ന ഒരാളാണ്, ക്രിക്കറ്റുകളുടെ ഭാഗമായിട്ടാണ് കാണുക, അല്ലാണ്ട് വേറെ ഒന്നും സംസാരിക്കുന്നത്. ആ ലൈഫ് സ്റ്റൈല് അയാൾ നിലനിർത്തുന്നുണ്ട്. അതിൻ്റെ കാരണം അയാളുടെ വാക്ചാതുര്യമാണ്. അപ്പോൾ ഞാൻ ബിഗ് ബോസ് വിന്നറാണ്. ആ ഒരു വിന്നിങ് പ്ലാറ്റ്ഫോം പുള്ളി ഉപയോഗിക്കുന്നത് പുള്ളിയുടെ ലൈഫ് മുകളിലേക്ക് കൊണ്ടുവരാനും പുള്ളിയുടെ ഫാമിലീനെ അതുപോലെ അപ്ലിഫ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് മാത്രമാണ്. ഞാൻ ഈ അപ്ലിഫ്റ്റിംഗ് എന്ന് പറയുന്ന വാക്ക് പല തവണകൾ ഉപയോഗിക്കുന്നതിൻ്റെ കാരണം, ഒരാൾ അയാളുടെ ലൈഫിൽ ഒരു സേർട്ടൺ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്തതിൻ്റെ ശേഷം അയാളുടെ ഫാമിലി അതുപോലെ വളരുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്, ഗുണമാണത്. എനിക്ക് വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ ആ വരുമാനത്തിലൂടെ എല്ലാവർക്കും നന്നായിട്ട് കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ കോൺട്രിബ്യൂഷൻ്റെ കാര്യത്തിൽ ഒരു കോൺട്രിബ്യൂഷൻസ് നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ കാലഘട്ടത്തിലേക്ക് നിലനിർത്താൻ പറ്റില്ല. എത്രയോ വലിയ മഹാന്മാരായിട്ടുള്ള ഒരുപാട് എഴുത്തുകാരുണ്ടായിരിക്കും അല്ലേ? അവരുടെ എഴുത്തൊക്കെ നമുക്ക് ഓരോ വട്ടം വായിക്കുമ്പോഴും അവരുടെ പുസ്തകങ്ങളായിക്കോട്ടെ, ലേഖനങ്ങൾ എന്തായിക്കോട്ടെ വായിക്കുമ്പോഴൊക്കെ നമുക്ക് പല പല തോട്ടുകളുണ്ടായിരിക്കും. അതിൽ പല ആൾക്കാരും ചിലപ്പോൾ ഇപ്പം ഞാൻ വായിച്ചിട്ടുണ്ട്, റോഡരികിൽ കിടന്ന് മരിച്ചിട്ടുള്ള വലിയ പേര് കേട്ടൊരു എഴുത്തുകാരനുണ്ട്. സാമ്പത്തികമായിട്ട് ഭയങ്കര പ്രശ്നമായിരിക്കും, മരുന്ന് വാങ്ങാനോ അല്ലെങ്കിൽ ഒരു ഭക്ഷണം വാങ്ങി കഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഒരു ജീവിതം അങ്ങനെ നരകിച്ചു പോയിട്ടുള്ള ആൾക്കാരുണ്ടാവും. പക്ഷെ അവരുടെ ടാലൻറ്റ് വൈസ് അവർ സമൂഹത്തിലേക്കും അവർ ഈ പറഞ്ഞ നമ്മുടെ ഫ്യൂച്ചർ ജനറേഷൻസിലേക്കൊക്കെ അവർ കൊടുത്തിരിക്കുന്ന കോൺട്രിബ്യൂഷൻ ഭയങ്കര വലുതായി. അത് വിലമതിക്കാൻ പറ്റാത്തായിരിക്കും. അവർക്ക് യൂസ് ചെയ്യാൻ പറ്റാണ്ട് പോയി, അവരുടെ ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റാണ്ട് പോയിട്ടുണ്ട്. 2 തലങ്ങളാണ്. ഒന്ന് ജനറേഷൻസിന് പഠിക്കാനുള്ളൊരു മാറ്ററായിട്ട് ഞാൻ മാറി എന്നുള്ളതും, ഒന്ന് ഞാൻ ചെയ്ത പ്രവൃത്തി കൊണ്ട് ഞാനും സുഖം അനുഭവിക്കുന്നുണ്ട്, എൻ്റെ കുടുംബവും സുഖം അനുഭവിക്കുന്നുണ്ട് എന്ന് പറയുന്നത് പച്ചപരമാർത്ഥമായ സത്യമുണ്ട് അതിൽ. ഈ എത്ര ഉണ്ടെങ്കിലും നമുക്ക് മാസാവസാനം EMI അടയ്ക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അരി വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ വല്ല പ്രശ്നമാണ്, വലിയ പ്രശ്നം. നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്ന ആൾക്കാരുണ്ട്. അതൊരു വലിയ ഫെയിലിയർ മെറ്റീരിയലായിട്ട് മാറും. അപ്പോൾ അത് പറ്റുന്നില്ല, അല്ലെങ്കിൽ അഖിലിന് അതിനെ ഓവർകം ചെയ്യാൻ പറ്റി എന്നുള്ളത് വലിയൊരു സക്സസ് ആയിട്ടാണ് ഞാൻ കാണുന്നത് അഖിലിൻ്റെ കാര്യത്തിൽ. ഇനി ഞാൻ ഇതിനെ ഒന്നും അല്ലാത്ത വേറൊരു തലത്തിലൂടെ അതിനെ കാണുന്നുണ്ട്. എനിക്ക് പേഴ്സണലി ഇത്രയും സീസൺസ് നടന്നതിൽ ഒരുപാട് ഈ ആക്ടിവിറ്റീസിലും ഒരുപാട് എന്താ പറയുക, പല പല പ്രവൃത്തികളിലൊക്കെയും ഒരുപാട് എതിർപ്പുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്ന ഒരാൾ. പക്ഷേ ആ ആളെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. എന്നുവെച്ചാൽ അയാളുടെ വ്യക്തിപരമായിട്ടുള്ള ചില പെർഫോമൻസുകൾ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ചില പ്രവൃത്തികൾ എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിട്ടില്ല, ആറ്റിറ്റ്യൂഡുകളും ചെറിയ താല്പര്യം. പക്ഷേ അയാൾ ആ ഒരു പ്ലാറ്റ്ഫോമിനെ അയാൾ സമീപിച്ച രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഹി വാസ് ടോട്ടലി ആൻ എൻ്റർടൈനർ. ഭയങ്കര എൻ്റർടൈനർ നിവിൻ, ഭയങ്കര എൻ്റർടൈനറായിരുന്നു. ഇത്രയും കാലം ബിഗ് ബോസിൽ വന്നിട്ട് ഒരാൾ അയ്യോ ഞാനിത് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും തോന്നുമോ എന്നുള്ളൊരു തോന്നലിൽ നിൽക്കുന്ന, സത്യം എനിക്ക് ആ തോന്നലുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനൊരു കാര്യം ഞാൻ അയാളുടെ മുഖത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് എന്തെങ്കിലും തോന്നുമോ എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഈ എഗെയിൻ പല സാധനങ്ങളും നമ്മൾ പറയുമെന്ന് പറയില്ലേ, ചെറുതായിട്ട് എനിക്ക് ആ ഒരു തോന്നൽ ഈ ഒരു നെവിൻ്റെ പല പെർഫോമൻസും കണ്ടു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞെങ്കിൽ അത് നന്നായിരുന്നു അല്ലേ എന്നുള്ളത് തോന്നിയിട്ടുണ്ട്. പല സമയത്ത്. കാരണം നിവിൻ അവിടെ പല പരിപാടികളും ഒപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ഭക്ഷണം കഴിക്കാം, എനിക്ക് ഭക്ഷണം കഴിക്കാൻ കൊതി, എന്താ ഞാൻ കഴിക്കും, നിങ്ങൾ വേണമെങ്കിൽ കഴിച്ചോ, ഇതിവിടെ കഴിക്കരുതെന്ന് വേറെ ആരും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ എന്നുള്ളൊരു, നമ്മളവിടെ കഴിക്കാതിരുന്നത് വേറൊരാൾക്ക് കിട്ടണം എന്നുള്ള പോസിറ്റിവിറ്റി കാരണം കൊണ്ടാണ്, നമ്മൾ മീൻസ് ബാക്കി ആൾക്കാർ. പക്ഷെ പുള്ളി ഞാൻ കഴിക്കും, നിങ്ങൾ വേണമെങ്കിൽ കഴിച്ചോ, ഇവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരോട് തരാൻ പറ, ഇത് അങ്ങനെ പറഞ്ഞു അല്ല പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, ഞാൻ ജീവിക്കും, ഞാൻ വേറൊരാളെയും ഉപദ്രവിച്ചുകൊണ്ട് ജീവിക്കുകയല്ല, ഞാൻ ജീവിക്കും, എനിക്ക് എൻ്റെ ജീവിതമാണ് പ്രധാനം. മണി പറഞ്ഞിട്ടുള്ളൊരു ഭയങ്കര രസം, മണിക്കൂട്ടം പറഞ്ഞിട്ടുള്ള ബിഗ് ബോസ് ഹൗസിന് അകത്ത് വെച്ച് പറഞ്ഞിട്ടുള്ളൊരു വലിയ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഞാനൊരു പെരിച്ചാഴിയെ പോലെയാണ്, എനിക്ക് എൻ്റെ അന്നം കിട്ടാൻ വേണ്ടി ഞാൻ തുറന്നുകൊണ്ടേയിരിക്കണം. അത് വലിയ കാര്യമാണ്. കാരണം അവൻ്റെ അന്നം, ഈ പെരിച്ചാഴിയെ സംബന്ധിച്ചോളം അതിൻ്റെ അന്നം കിട്ടണമെങ്കിൽ അവൻ തുറന്നു പോയിക്കൊണ്ടിരിക്കണം. അതിന് മറ്റൊരു പെറ്റിനെ പോലെ ആരും മുന്നിലേക്ക് ഭക്ഷണം കൊടുന്നു തരില്ല, ഒരാളും കൊണ്ടു തരില്ല, അവൻ തന്നെ ശ്രമിക്കണം. ഭയങ്കര സുന്ദരമായിട്ടുള്ള രൂപമല്ല, അതെ, ഒരാളും കൊണ്ടു തരില്ല, ആരും വളർത്തൂല്ലോ, ഓമനിക്കൂല്ലോ, ഒന്നുമില്ല, അതിലേറെ തല്ലി കൊല്ലുള്ളൂ. അപ്പോൾ അത് വലിയൊരു കോട്ടാണ് ശരിക്കും. മണി സ്വന്തമായിട്ട് പറഞ്ഞതാണോ എനിക്കറിയില്ല, അങ്ങനെ ആണെങ്കിൽ അത് വലിയ കാര്യം, ഗ്രേറ്റ്നസ് ആണ്. അതല്ല എവിടെന്നെങ്കിലും കിട്ടിയിട്ടുള്ള സാധനമാണെങ്കിൽ അത് ഫോളോ ചെയ്യുന്ന വലിയ കാര്യമാണ്. അഖിലിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് ഞാനീ പറഞ്ഞത്. അപ്പോൾ നിവിൻ എനിക്ക് ഇതെന്നൊക്കെ മാറിയിട്ട് ഒരു ഭയങ്കര എൻ്റർടൈനറായിട്ടുള്ളൊരു ആളായിട്ട് തോന്നിയിട്ടുണ്ട്. അഖിൽ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് ആ ഒരു പ്ലാറ്റ്ഫോമിന് ഉപയോഗിച്ച ഒരാളായി തോന്നിയിട്ടുണ്ട്. കമ്മിങ് ടു മൈ പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ആ 100 ദിവസം മാത്രമേ അതിനെ ഉപയോഗിച്ചിട്ടുള്ളൂ.
ബിഗ് ബോസ് വെച്ചിട്ട് കിട്ടിയിട്ടുള്ള വേറെ വർക്കുകളുണ്ടാവാം. ഇപ്പോൾ അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എനിക്കിതിൻ്റെ മുകളിലേക്കൊരു പേര് വരണമെങ്കിൽ, എൻ്റെ ടാലൻറ്റിനെ എൻഹാൻസ് ചെയ്യണമെങ്കിൽ ഞാൻ അറിയേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് പ്രവൃത്തികളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് സിനിമ ഇപ്പോൾ എൻ്റെ മെയിൻ അൾട്ടിമേറ്റ് പരിപാടി സിനിമ ആയതുകൊണ്ട് തന്നെ എനിക്ക് സിനിമയിൽ കുറച്ചും കൂടി എൻഹാൻസ് ആവണമെങ്കിൽ, എനിക്ക് ഒരുപാട് കഥാപാത്രങ്ങൾ എൻ്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ, ഒരിക്കലും ഹീറോയിക്ക് ഇമേജ് എന്നുള്ളതല്ല പറഞ്ഞു വരുന്നത്, അതിലേക്ക് എൻ്റെ കുറേ ക്യാരക്ടേഴ്സും എൻ്റെ ലൈഫ് അവസാനിക്കുന്ന സമയത്ത് അനൂപ് കൃഷ്ണൻ എന്ന് പറയുന്ന ഒരാൾ സ്വന്തം സിഗ്നേച്ചർ ഇട്ടിട്ട് പോകണമെങ്കിൽ ഈ ഞാൻ ചെയ്യുന്നത് എൻ്റേത് മാത്രമായിരിക്കണമെന്നുള്ള ബോധ്യം എനിക്കുണ്ട്, അല്ലെങ്കിൽ ഒരു അത്യാഗ്രഹം എനിക്കുണ്ട്. എനിക്ക് വേറൊരാൾ ചെയ്തു വെച്ചതിൻ്റെ റിപ്ലിക്ക് ആവണ്ട, ഇതെൻ്റേത് മാത്രമാണ് എന്ന്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ കൺമഷി എന്ന് പറയുന്നൊരു പ്രൊജക്റ്റിലേക്ക് എത്തിയത്. കൺമഷി ശരിക്കും വെറൊരു സോങ് മാത്രമായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നതാണ്. ഈ ഒരു ഇമേജോ ഈ ഒരു ക്യാൻവാസോ ഇത്തരം വിഷ്വൽസോ ഒന്നുമില്ലാത്ത സാധാരണ ഒരു പാട്ട്, അതൊരു ഫോക്ക് പശ്ചാത്തലത്തിൽ വരുന്ന നല്ല ഭംഗിയുള്ളൊരു പാട്ട് അഞ്ജലി പാടിയിട്ട് എൻ്റെ അടുത്ത് അയച്ചിട്ട് അഞ്ജലിയും ഞാനും കൂടി അഭിനയിക്കുന്ന ഒരു പാട്ട് എന്ന് മാത്രം ഉണ്ടായിരുന്നു. പക്ഷെ ആ പാട്ട് കേട്ട് അത് പല ആവർത്തികൾ കേട്ട് കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന ഭ്രാന്ത്, അത് പല പല സാധനങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെ ചെയ്ത് വന്നിട്ടുള്ളൊരു സാധനമാണ് കൺമഷി എന്നുള്ളത്. ബിഗ് ബോസിൻ്റെ മുകളിലേക്കുള്ളൊരു മേൽവിലാസം ഒരുപാട് ആൾക്കാരുണ്ടാക്കിയിട്ടുണ്ട്. ബിഗ് ബോസിൽ വന്നു പോയ ഒരുപാട് ആൾക്കാരുണ്ട്. ചേട്ടൻ കോട്ട് ചെയ്ത് പറഞ്ഞിട്ടുള്ള സാബു മോനായിക്കോട്ടെ, പണി സിനിമയിൽ നല്ല ഭീകര ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ള സാഗറും ജുനൈസും ആയിക്കോട്ടെ, പണിയിൽ ഞാനും അഭിനയിച്ചാണ് കേട്ടോ. കാറിൽ തട്ടിക്കൊണ്ടുപോകുന്ന അതെ 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 പാവപ്പെട്ടവൻ. അതെ അതെ ജോയി ചേട്ടൻ അങ്ങനെ ഒരു വേഷം തന്നു, സുരേഷ് ചേട്ടനൊക്കെ വഴിക്ക് തന്നു. അപ്പം ഇതിൻ്റെയൊക്കെ മുകളിലുള്ളൊരു മേൽവിലാസം ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ ഒരു ടാലൻ്റ് എന്താ എന്നുള്ളതിനെ കൃത്യമായിട്ട് ഷോക്കേസ് ചെയ്യപ്പെടണം. ഇതാണ് എന്നുള്ളത് ഷോക്കേസ് ചെയ്യപ്പെടണം. അതിന് ചിലപ്പോൾ ചില ആൾക്കാർക്ക് സമയമെടുക്കും, ചിലവരുടേത് ശരിയാവും, ചിലവരുടേത് ശരിയാവില്ല എന്ന് പറഞ്ഞ പോലെ എൻ്റേത് ശരിയാവും, പക്ഷേ എൻ്റെ ശരിയാവാൻ കുറച്ചും കൂടി സമയമെടുക്കും.